ഈ പ്രകൃതിയും മനുഷ്യനും ദൈവവും ഒത്തുചേരുന്ന മഹത്തായ ആ യോഗമാണ് മനുഷ്യൻ തിരിച്ചറിയേണ്ടത്. പ്രകൃതിയും മനുഷ്യനും ഈശ്വരനും ഇത് മൂന്നും ഒത്തുചേരണം. അതുകൊണ്ട് പ്രകൃതിയുടെ മഴയെയും കാറ്റിനെയും ശപിക്കരുത്. കാരണം മഴയും കാറ്റും ഇല്ലെങ്കിൽ നമ്മളില്ലല്ലോ. പ്രകൃതിക്ക് എപ്പോൾ പെയ്യണമെന്നും എപ്പോൾ പെയ്യണ്ടാമെന്നോ തീരുമാനമൊന്നുമില്ല. അത് കാലത്തിനനുസരിച്ച് യാദൃച്ഛികമായി സംഭവിക്കുന്നതാണ്. എന്നാൽ ഇപ്പോൾ പെയ്യുന്ന മഴ പ്രകൃതി നിശ്ചയിച്ചതല്ല, മനുഷ്യൻ നിശ്ചയിച്ചതാണ്. അറിയുമോ? വേനൽക്കാലത്ത് ഇപ്പോൾ കാലവർഷമല്ല അകാലവർഷമാണ് ഉണ്ടാകുന്നത്. ഈ അകാലവർഷത്തിൻ്റെ കാരണം എന്താണെന്നറിയുമോ? ആഗോളതാപനമാണ്. ആഗോളതാപനം ഉണ്ടാക്കിയത് ആരാ? ദൈവമാണ്. പ്രകൃതിയിലെ ഏതെങ്കിലും ജീവജാലങ്ങൾ ആഗോളതാപനം ഉണ്ടാക്കിയിട്ടുണ്ടോ? മനുഷ്യരീ ഭൂമിയിൽ ജനിക്കുന്നതിനും കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് ആനകളും കടുവകളും പുലികളും അരണയും പാമ്പും തേളും കീരിയും കുറുക്കനും എല്ലാം ഈ ഭൂമിയിലുണ്ടായിരുന്നു. മനുഷ്യനുണ്ടായിട്ട് 3 ലക്ഷം വർഷമേ ആയിട്ടുള്ളൂ. അതിനും കോടിക്കണക്കിന് വർഷം മുമ്പ് ജീവജാലങ്ങളെല്ലാം ഭൂമിയിലുണ്ട്. അവരുടെ ഒന്നും കാലഘട്ടത്തിൽ ആഗോളതാപനം ഉണ്ടായിരുന്നില്ല. എപ്പോഴാണ് ആഗോളതാപനം ഉണ്ടായത്? മനുഷ്യന് കൂടുതൽ അറിവ് നേടിയപ്പോൾ അവൻ ഈ ഭൂമിയെ അമിതമായി ചൂഷണം ചെയ്യാൻ ആരംഭിച്ചപ്പോഴാണ് ആഗോളതാപനം ഉണ്ടായത്. ഈ ആഗോളതാപനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഭൂമിയിലെ കാലാവസ്ഥയ്ക്ക് വ്യതിയാനമുണ്ടായത്. ഇപ്പം തണുക്കേണ്ട കാലമാണല്ലേ. വൃശ്ചികേ കുളിരാരംഭേ ധനുർമകരേ ഘോരഘോരേ. എന്നാൽ ഇപ്പോൾ തിരുവാതിര വരാൻ പോവുക. തിരുവാതിര തണുപ്പിൻ്റെ കാലമാണ്. എന്നാൽ ആതിരകൾ കുളിരുതിരയുന്നു, ആറുകൾ ഒഴുക്കുതിരയുന്നു, ആവണികൾ ഒരു കുഞ്ഞു പൂവ് തിരയുന്നു, സർഗലയ താളങ്ങൾ തെറ്റുന്നു, ജീവരഥ ചക്രങ്ങൾ ചാലിലുറയുന്നു. സർഗലയ താളങ്ങൾ തെറ്റുകയാണ്. സൃഷ്ടിയുടെ ലയതാളം തെറ്റിയതിൻ്റെ ഭാഗമായിട്ടാണ് അകാലത്തിൽ മഴ പെയ്യുന്നത്. ഇതിന് ഉത്തരവാദി ആരാ? നമ്മളാണ്. അതുകൊണ്ട് നമ്മൾ മഴയെയും പ്രകൃതിയെയും ശപിക്കരുത്. ഇപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ പല ആളുകളും എന്തൊരു മഴ എന്ന് പറയുന്നത് കേട്ടു. മഴയ്ക്കങ്ങനെ ഒരു കുറ്റമില്ല, നമ്മളാണ് ഇതിൻ്റെ പ്രതി എന്ന് മനസ്സിലാക്കുക. മനുഷ്യനും പ്രകൃതിയും ദൈവവും പരസ്പരപൂരിതങ്ങളാണ്. കാലത്തിൻ്റെ 3 പ്രതിരൂപങ്ങളാണിത്. കേട്ടിട്ടുണ്ടോ? ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മനുഷ്യനും പ്രകൃതിയും ദൈവവും കാലത്തിൻ്റെ 3 പ്രതിരൂപങ്ങളാണ്. ആ പ്രതിരൂപങ്ങളെക്കുറിച്ചൊരു പാട്ടുണ്ട്. പ്രളയപയോധിയിൽ ഉറങ്ങിയുണർന്നൊരു പ്രഭാമയൂഖമേ കാലമേ, പ്രകൃതിയും ഈശ്വരനും ഞാനും നിന്റെ പ്രതിരൂപങ്ങളല്ലേ. കേട്ടിട്ടില്ലേ? പ്രകൃതിയും മനുഷ്യനും ദൈവവും കാലത്തിൻ്റെ പ്രതിരൂപങ്ങളാണ്. ഇത് മൂന്നിനെയും സമഞ്ജസമായി ചേർത്ത് വെക്കുന്ന പ്രക്രിയക്കാണ്. അത് തിരിച്ചറിയുന്നവനാണ് മനുഷ്യൻ. അത് തിരിയുന്നവനാ മനുഷ്യൻ. ആ യാത്രയിൽ അയനം ചെയ്യുന്നവൻ, നീരിൻ്റെ യാത്രയിൽ അയനം ചെയ്യുന്നവൻ നാരായണൻ. നീരിൻ്റെ യാത്രയിൽ അയനം ചെയ്യുന്നവൻ. ഏതാണ് നീര്? നമ്മളെല്ലാം ഒരു തുള്ളി നീരായിരുന്നു അല്ലേ? അമ്മയുടെ ഗർഭപാത്രത്തിൽ വീണ ഒരു തുള്ളി നീരായിരുന്നില്ലേ നമ്മൾ? ബീജാങ്കുരമായിരുന്നു. ആ നീര് പൊട്ടിമുളച്ച് വലുതായിട്ട് ജീവിതമാകുന്ന മഹാസാഗരത്തിലേക്ക് ഒഴുകിപ്പോകുന്ന ഒരു മഴത്തുള്ളിയാണ് നാം. ഈ മഴത്തുള്ളിയെക്കുറിച്ച് ആദ്യം പരാമർശിക്കപ്പെടുന്നത് ഛാന്ദാഗ്യോപനിഷത്തിലാണ്. ഛാന്ദാഗ്യോപനിഷത്തിൽ മഹാപണ്ഡിതനായ ഉദ്ദാലകാരുണി, അദ്ദേഹം മഹാപണ്ഡിതനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മകൻ ശ്വേതകേതുവിനെ തനിക്കറിയുന്നതെല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇനി വേറെ ഒന്നും പഠിക്കണ്ട, ഇനി ജപവും പൂജയും നടത്തിയാൽ മതി എന്നല്ല പറഞ്ഞത്. ഉദ്ദാലകാരുണി അധ്യാപകനായിരുന്നു. എന്താ ഈ അധ്യാപകൻ എന്ന് പറഞ്ഞാൽ അറിയാമോ?
അധ്യാപകൻ ശ്രീനാരായണൻ ഗുരുവാകുന്നത് എങ്ങനെയാണ്? ശ്രീനാരായണ ഗുരു കാലത്തിൻ്റെയും ദേശത്തിൻ്റെയും ഗുരുവാണ്. കാലത്തിനും ദേശത്തിനും അപ്പുറത്തും ഗുരുവാണ്. ഇന്നലെ കഴിഞ്ഞ ദിവസം അലക്സാണ്ടർ പോപ്പ് ശ്രീനാരായണ ഗുരുവിനെ പറ്റി പറഞ്ഞത് കേട്ടിട്ടില്ലേ? പത്രത്തിൽ വലിയ വാർത്തയായിരുന്നല്ലോ. കാലത്തിനപ്പുറത്ത് ദേശത്തിനപ്പുറത്തേക്ക് ഗുരുവിൻ്റെ ദർശനങ്ങൾ പോവുകയാണ്. എല്ലാ കാലത്തേക്കും പ്രസക്തമാണ് ഗുരുവിൻ്റെ ദർശനങ്ങൾ, എല്ലാ ദേശത്തും പ്രസക്തമാണ് ഗുരുവിൻ്റെ ദർശനങ്ങൾ. എന്താ ഗുരു എന്ന വാക്കിനർത്ഥം? ഗുരു എന്ന വാക്കിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന്, ഗും രുഗ്യതേ ഇതി ഗുരു. ഗും എന്ന് പറഞ്ഞാൽ എന്താണ്? ഗും എന്ന് പറഞ്ഞാൽ ഇരുട്ട്. ഗും രുഗ്യതേ, ഇരുട്ട് തടയുന്നവനാരോ അവൻ ഗുരു. നമ്മുടെ ഉള്ളിലെല്ലാം വെളിച്ചമുണ്ട്. ആ വെളിച്ചത്തിനകത്തേക്ക് അന്ധകാരം പ്രവേശിക്കുന്നത് തടയുന്നവനാണ് ഗുരു. മനസ്സിലായോ? അതാണ് ഗും രുഗ്യതേ ഇതി ഗുരു. നമ്മുടെ ഉള്ളിൽ ഇരുട്ട് പ്രവേശിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിനെ പുറത്ത് കളയാനൊരു സൂത്രമുണ്ട്, അറിയാവോ? ആ സൂത്രം നിങ്ങളെല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിൽ ഇരുട്ട് കയറിപ്പോയാൽ ആ ഇരുട്ടിനെ പുറത്ത് കളയാൻ ഒരു സൂത്രം നിങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അറിയാമോ ആർക്കെങ്കിലും ആ സൂത്രം എന്താണ്? പക്ഷെ നമ്മുടെ ഒരു കുഴപ്പം, ഈ സൂത്രം നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയില്ല എന്നതാണ്. ഞാൻ ആ സൂത്രം സംസ്കൃതത്തിൽ പറഞ്ഞിട്ട് മലയാളം പറഞ്ഞു തരാം. രാശബ്ദോച്ചാരണ മാത്രേണ മുഖാ നിര്യന്തി പാതക പുനഃപ്രവേശ ഭീര്യാജ മകാരശ്ച കവാടവേൽ. സംസ്കൃതത്തിൻ്റെ മലയാളം, രാ എന്നുച്ചരിക്കും വേളയിൽ എല്ലാ പാപങ്ങളും അന്ധകാരവും പുറത്തു പോകണം. പുറത്തുപോയ പാപങ്ങൾ തിരിച്ചുള്ളിൽ പ്രവേശിക്കാതിരിക്കാൻ മ എന്ന് വയപൂട്ടണം. രാമ 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 എന്ന് ജപിക്കാറില്ലേ? എന്തിനാ രാമ രാമ എന്ന് ജപിക്കുന്നത്? രാമൻ എന്തെങ്കിലും നേട്ടമുണ്ടോ? നിങ്ങൾ പ്രാർത്ഥിച്ചത് കൊണ്ട് ദൈവത്തിന് എന്തെങ്കിലും നേട്ടമുണ്ടോ? നിങ്ങൾ പ്രാർത്ഥിക്കാതിരുന്ന ദൈവത്തിന് എന്തെങ്കിലും കോട്ടമുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പോൾ ആർക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്? നമ്മുടെ ഉള്ളിലുള്ള ചിന്തയാമണി മന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ. ആ ചിന്തയാകുന്ന മണിമന്ദിരത്തിലാണ് ദൈവത്തെ പ്രതിഷ്ഠിക്കേണ്ടത്. ആ ചിന്തയെ ഉണർത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മനുഷ്യന് മാത്രമുള്ളതാണ് ചിന്ത. പക്ഷിമൃഗാദികൾക്കൊന്നും തന്നെ ഭക്ഷണത്തെക്കുറിച്ച്, അല്ലേ, ഉറക്കിനെക്കുറിച്ച്, വിസർജനത്തെക്കുറിച്ച്, ഇണചേരുന്നതിനെക്കുറിച്ച്, ഈ 4 ചിന്തകളല്ലാതെ ആഗോളതാപനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ചിട്ട് പക്ഷിമൃഗാദികൾ ചിന്തിക്കാറുണ്ടോ? ഇല്ല. അവർ മരണത്തെപ്പറ്റി ചിന്തിക്കാറുണ്ടോ? മനുഷ്യൻ മാത്രമേ മരണത്തെക്കുറിച്ച് ചിന്തിച്ച് ആദി പിടിക്കാറുള്ളൂ. മൃഗങ്ങൾ, പക്ഷിമൃഗാദികൾ ഒരു തവണയേ മരിക്കൂ. അതെപ്പോഴാ? മരിക്കുമ്പം മാത്രമേ മരിക്കൂ. ഓ, ഇപ്പം മരിക്കും, മരിച്ചു, തീർന്നു. നമ്മളോ ഒരു ചെറിയ വേദന വന്നാൽ മതി, ഉടനെ പോകും. ഒരു ഗ്യാസ് കയറിയതായിരിക്കും, ജീരകം വറുത്ത് അതിൽ വെള്ളമൊഴിച്ച് തിളപ്പിച്ച് കുടിച്ചാൽ തീരേണ്ടതേ ഉണ്ടാവൂ. പക്ഷെ നമ്മൾ ഉടൻ തന്നെ ആംബുലൻസ് പിടിക്കും, വലിയ മെഡിക്കൽ കോളേജിൽ പോകും. കാരണം മരിച്ചു പോകുമെന്ന് പേടിച്ചിട്ടാണ്. കാരണം നമ്മളോട് എപ്പോഴും മരണം പറഞ്ഞിട്ട് ജീവിതത്തെ പേടിപ്പിച്ചവരാ. എപ്പോഴും എല്ലാ മതങ്ങളും മരണത്തെയാണ് പ്രാധാന്യം വയ്ക്കുന്നത്, അല്ലേ? മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാ നീ എന്ന് ക്രിസ്ത്യാനികൾ പാടുമ്പോൾ, തൽക്കാല ദുനിയാവ് കണ്ടു നീ മയങ്ങാതെ എപ്പോഴും മരണം നിൻ കൂടെയുണ്ട് മറക്കാതെ എന്ന് മുസ്ലിങ്ങൾ പാടുന്നു. ഈ പാട്ടൊരു ദിവസം ഞാൻ വയനാട്ടിൽ താമരശ്ശേരി ചുരം ഇറങ്ങി വരിക. ചുരം കണ്ടിട്ടുണ്ടോ നിങ്ങൾ? കണ്ടിട്ടില്ല, ഒന്ന് പോകണം കേട്ടോ. ആ താമരശ്ശേരി ചുരത്തിൽ നിന്ന് നോക്കുമ്പോൾ, താഴെ നോക്കുമ്പോൾ ഉണ്ടല്ലോ, കാലിൻ്റെ ഉള്ളിൽ നിന്നൊരു വിറ വരും. അത്രയും അഗാധ ഗർത്തമാണങ്ങ്. ഡ്രൈവറുടെ കൈ ഒന്ന് തിരിഞ്ഞു പോയാൽ മതി, നമ്മുടെ അസ്ഥി വെറുക്കാനുണ്ടാവില്ല. അപ്പോഴാണ് ബസ്സിൽ ഈ പാട്ട്, എപ്പോഴും മരണം നിൻ കൂടെയുണ്ട് മറക്കാതെ. ഞാൻ കണ്ടക്ടറെ വിളിച്ച് ചോദിച്ചു, വേറെ ഒരു പാട്ടും കണ്ടിട്ടില്ലേ നിങ്ങൾ? പേടിപ്പിക്കുന്നതാണോ മരണം, അല്ലേ? പിന്നെ ഹിന്ദു മതം പറയുന്നു, മന്നവനാട്ടേ യാചകനാട്ടേ വന്നിടുമൊടുവിൽ വഞ്ചിത നടുവിൽ. മരണത്തെപ്പറ്റി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു.
പക്ഷിമൃഗാദികൾ മരണത്തെപ്പറ്റി ആലോചിച്ചിട്ട് ബേജാറാവാറില്ല. അതുകൊണ്ട് ഒരു പക്ഷിയും മൃഗവും ആത്മഹത്യ ചെയ്തിട്ടില്ല ഇതുവരെ. കണ്ടിട്ടുണ്ടോ? ഒരു പക്ഷിയും മൃഗവും ഇതുവരെ ആത്മഹത്യ ചെയ്തിട്ടില്ല. നമ്മളെ ആത്മഹത്യ എന്ന വിഡ്ഢിത്തം ചെയ്യുന്ന മനുഷ്യൻ, വിവരമുള്ള മനുഷ്യനാണ് ആത്മഹത്യ ചെയ്യുന്നത്. ആലോചിച്ച് നോക്കുക. മരണമല്ല പ്രധാനം, ജീവിതമാണ് പ്രധാനം. ശ്രീനാരായണ ഗുരു നമ്മൾക്ക് പറഞ്ഞു തന്നത് മരണാനന്തര ജീവിതത്തെക്കുറിച്ചിട്ടുള്ള കാര്യമല്ല, ജീവിതത്തിൽ സ്വർഗമുണ്ടാക്കാനുള്ള കാര്യമാണ്. ജീവിതത്തിൽ ആധ്യാത്മിക ചൈതന്യം എന്തിനാണ് പ്രാർത്ഥനകൾ, എന്തിനാണ് ഈശ്വരവിശ്വാസം? അത് മരിച്ചു കഴിഞ്ഞാൽ ഉറപ്പുവരുത്താൻ വേണ്ടി മാത്രമുള്ളതല്ല. ആണോ? പലരും കണ്ടിട്ടുണ്ടോ? നമ്മൾ ഒരു ജാഥ പോകുമ്പോൾ ഇൻകുലാബ് സിന്ദാബാദ് എന്ന് മുദ്രാവാക്യം വിളിക്കുന്നു. വിപ്ലവം ജയിക്കട്ടെ. കമ്മ്യൂണിസ്റ്റുകാരാണ് ജാഥയിൽ പോകുന്നത്. അപ്പോൾ റോഡ് സൈഡിൽ വിളക്ക് കണ്ടാൽ ഇങ്ങനെയാക്കും. എന്തിനാണ്? അഥവാ മരിച്ചു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ആവശ്യം വന്നെങ്കിൽ അവിടെ ജില്ലാ സെക്രട്ടറിൻ്റെ കത്തെടുക്കൂലല്ലോ, അന്നേരം നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാ. മനസ്സിലായോ? മരണാനന്തര ലോകത്തേക്ക് നമ്മൾ ട്രസ്റ്റ് ചെയ്തല്ല. ശ്രീനാരായണ ഗുരു ചെയ്ത ഏറ്റവും വലിയ ദർശനം ജീവിതം. ആധ്യാത്മിക ദർശനങ്ങളെ ജീവിതത്തിൽ മരിക്കുന്നത് വരെ സുന്ദരമായി ജീവിക്കാൻ, ധാർമ്മികമായി ജീവിക്കാൻ, മാനവികതയിൽ നിന്ന് ദൈവികതയിലേക്കുള്ള യാത്ര നടത്താനാണ്. മാനവികതയിൽ നിന്ന് ദൈവികതയിലേക്ക് യാത്ര നടത്താൻ, മനുഷ്യൻ ദൈവമായി ഉയർത്തപ്പെടാൻ. അത് ഈ ദക്ഷിണ ഭാരതത്തിലെ ദൈവസങ്കല്പങ്ങളുടെ പ്രത്യേകത അറിയാമോ? ദക്ഷിണ ഭാരതത്തിൽ മനുഷ്യരാണ് ദൈവമായി ഉയർത്തപ്പെട്ടത്. ആകാശത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവമല്ല. ഭൂമിയിൽ അച്ഛനും അമ്മയ്ക്കും ജനിച്ച പുണർന്നുപെറ്റവരാണ് പിന്നീട് ദൈവമായി ഉയർത്തപ്പെട്ടത്. ഏതാ ഉദാഹരണം? പമ്പയാറിൻ പൊൻപുളിനത്തിൽ പനിമതി പോലൊരു പൈതൽ പന്തളമന്നൻ എടുത്തു വളർത്തി പർവ്വതമുകളിലിരുത്തി പടി 18 കെട്ടി. അല്ലേ? അതാണ് അയ്യപ്പൻ. ആണല്ലോ. ആയിരുന്നല്ലോ. നിങ്ങൾ നോക്കൂ, അട്ടപ്പാടിയിൽ നിന്ന് കിഴക്കോട്ട് നോക്കിയാൽ കോയമ്പത്തൂർ ടൗണ് കാണാം. ആ കോയമ്പത്തൂർ ടൗണിൻ്റെ ഇപ്പുറത്ത് ഒരു മലയുണ്ട്. ആ മലയുടെ പേര് മരുതുമലയാണ്. മരുത്വാമലയല്ല. മരുത്വാമല ശ്രീനാരായണ ഗുരു ധ്യാനിച്ചിരുന്ന തിരുവനന്തപുരത്തെ മലയാണ്. ഇത് മരുതുമല. ആ മരുതുമലയിൽ ഒരു പയ്യനുണ്ടായിരുന്നു. അവൻ്റെ പേര് മുരുകൻ എന്നായിരുന്നു. മുരുകൻ. ആ മുരുകനാണ് ആരായത്? പളനിയാണ്ടവനായത്. അറിയാമോ? മരുതുമലൈ വണവനേ മുരുകയ്യ. കേട്ടിട്ടില്ലേ കീരവാണിയുടെ പാട്ട്? മരുതുമലയിലെ മുരുകനാണ് പളനി ആണ്ടവനായി ഉയർത്തപ്പെട്ടത്. എൻ്റെ നാട്ടിൽ കണ്ണൂർ ജില്ലയിൽ എരുവേശി എന്ന് പറയുന്ന ഒരു പുഴയുണ്ട്. ആ പുഴയുടെ തീരത്ത് നാടുഭരിക്കുന്ന നാടുവാഴിയുടെ പേര് അയ്യങ്കര നാടുവാഴി എന്നാണ്. അദ്ദേഹത്തിനും ഭാര്യ പാർവതിക്കുട്ടിയമ്മ എന്ന പാടിക്കുറ്റിയമ്മയ്ക്ക് ഒരു ദുഃഖമുണ്ട്. എന്താ? അനവത്യ ദുഃഖം, മക്കളില്ല. ആ ദുഃഖം അനുഭവിച്ച് ജീവിക്കുമ്പോൾ പാർവതിക്കുട്ടിയമ്മ എരുവേശി പുഴയിൽ ഒരു ദിവസം കുളിക്കാനിറങ്ങി. കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടി അതാ തോട്ടിലൂടെ ഒഴുകി വരുന്നു, പുഴയിലൂടെ ഒഴുകി വരുന്നു. ആ കുട്ടിയുടെ തല ഒരു കല്ലിൽ കൊണ്ടുപോയി കുത്തി നിന്നു. ആ കല്ല് ഇപ്പോഴുമുണ്ട്. ആ കല്ലറിയപ്പെടുന്നത് തിരുനെറ്റിക്കല്ല് എന്നാണ്. ആ കുട്ടിയെ ഇവരെടുത്ത് മാറോട് ചേർത്ത് പിടിച്ച് അവനെ മകനാക്കി വളർത്തി. ആ കുട്ടിയാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ. പിടികിട്ടിയോ? പറശ്ശിനിക്കടവ് മുത്തപ്പൻ. കാസർഗോഡ് ജില്ലയിലെ കരുവന്നൂർ വീരൻ ഒരു മനുഷ്യനായിരുന്നു, ഒരു വീരനായകനായിരുന്നു. തച്ചോളി ഉദയനന്റെ കഥ കേട്ടിട്ടില്ലേ? അദ്ദേഹം എൻ്റെ നാട്ടിലെ തെയ്യമാണ്. മുച്ചിലോട്ട് ഭഗവതി. സംസ്കൃത വിദ്യാഭ്യാസം നേടിയ ഒരു സ്ത്രീ പണ്ഡിതന്മാരെ തർക്കത്തിൽ തോൽപ്പിച്ചപ്പോൾ ആ തർക്കത്തിൽ തോറ്റ പണ്ഡിതന്മാർക്ക് ഇവളെ എങ്ങനെയെങ്കിലും ശിക്ഷിക്കണമെന്ന വിചാരമുണ്ടായി. അങ്ങനെ അവളോട് തർക്കിക്കുമ്പോൾ ഒരു സ്ത്രീ അനുഭവിക്കുന്ന ഏറ്റവും നല്ല സുഖം എന്തെന്ന് അവളോട് ചോദിച്ചു. അവൾ പറഞ്ഞു, ദാമ്പത്യ സുഖമാണ് ഏറ്റവും നല്ല സുഖമെന്ന് പറഞ്ഞു. അപ്പൊ വിവാഹം ചെയ്യാത്ത നീ എങ്ങനെ ആ സുഖം അറിഞ്ഞ്? അപ്പൊ നീ വഴിവഴച്ചു, നീ ആ സുഖം അറിഞ്ഞു, അതുകൊണ്ട് നിന്നെ ശിക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് അവളെ തീയിലിട്ട് ചുട്ടു. അവളാണ് മുച്ചിലോട്ട് ഭഗവതിയായി ഉയർത്തപ്പെട്ടത്. വ്യക്തികൾ ദൈവമാകുന്ന അത്ഭുത കാഴ്ചയാണ്. ആ കൂട്ടത്തിൽ ആണ് നാണു എന്ന് പറയുന്ന ആ കുട്ടി ആരായത്? ശ്രീനാരായണ ഗുരു ദേവനാകുന്നത്.
മാനവികതയിൽ നിന്ന് ദൈവികതയിലേക്കുള്ള പ്രയാണമാണ് നമ്മുടെ നാട്ടിലെ ദൈവവിശ്വാസത്തിൻ്റെ അടിത്തറ. അല്ലാതെ ദൈവം ഇങ്ങോട്ട് വരുത്തല്ല, നാം ദൈവത്തിലേക്ക് ഉയർത്തലാണ്. മനസ്സിനെ മാംസത്തിൽ നിന്ന് ഉയർത്തിയാൽ നമ്മളും ദൈവമാകും. മനസ്സിനെ മാംസത്തിൽ നിന്നുയർത്തേണമേ മലയിൽ വാഴും ഭഗവാനേ. അപ്പോ നമ്മുടെ ഉള്ളിൽ ദൈവം ഇരുന്നാൽ എന്താവും? മനസ്സിനുള്ളിൽ ദൈവമിരുന്നാൽ മനുഷ്യനും ദൈവവും ഒന്ന്. അതുകൊണ്ടാണ് ഉടുപ്പ് മാറിയ പിറ്റേന്ന് എന്താ വിളിക്കുക? സ്വാമി അല്ലെങ്കിൽ അയ്യപ്പൻ. ആയില്ലേ? പിന്നെ പേര് നമ്മൾ മനുഷ്യരിട്ട പേര് മാറി വെറും അയ്യപ്പനാകുന്നു, സ്വാമിയാകുന്നു, അല്ലേ? മനുഷ്യൻ തന്നെ ദൈവമായി മാറുന്ന അവസ്ഥയാണ്. ഈ മാറുന്ന അവസ്ഥയുടെ ദർശനമാണ് ചാന്ദാഗ്യോപനിഷത്തിൽ ഉയർന്നു വന്ന ഞാനിപ്പോൾ പറയാൻ പോകുന്ന ദർശനം. ആ ദർശനം എന്താണ്? ഉദ്ദാലകാരുണി തൻ്റെ പുത്രനായ ശ്വേതകേതുവിനെ തനിക്കറിയുന്നൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞ് അദ്ദേഹം അധ്യാപകനായി. എന്താണ് അധ്യാപകൻ? അധ്യാപകൻ എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാവോ? കുട്ടികളെ പഠിപ്പിക്കുന്ന മാഷ്, അല്ലേ? തീർന്നു. നമ്മൾ അത്രേ വിചാരിച്ചെന്നോ? വലിയൊരർത്ഥമുണ്ട് അധ്യാപകന്. ഈ അധി എന്ന വാക്കും യാപകൻ എന്ന വാക്കും കൂടിച്ചേർന്നിട്ടാണ് അധ്യാപകനാവുന്നത്. എന്താണ് അധി? ശ്രീനാരായണ ഗുരുവാണ് കേരളത്തിൻ്റെ യഥാർത്ഥ അധ്യാപകൻ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അധി എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ്, കൂട്ടണം. 2024 അധിവർഷമല്ലേ? അധിവർഷമാണ്. എന്തുകൊണ്ടാണ് 2024 അധിവർഷം എന്ന് പറയുന്നത്? അറിയാമോ? മനസ്സിലായില്ല? DPR എന്നാ? DPR ലീപ് ഇയർ. യെസ്. എന്തുകൊണ്ടാ? ഫെബ്രുവരി മാസം 28 പകരം 24, 29 ഉണ്ടായിരുന്നു. അതുകൊണ്ട് 365 366 ദിവസമുണ്ട്. അതുകൊണ്ട് ഒരു ദിവസം പ്ലസ്സാ. പിടികിട്ടിയോ? ആ പ്ലസ്സിനാണ് അധി എന്ന് പറയുക. മനസ്സിലായോ? അധികം. അതുകൊണ്ട് അധിവർഷമായി. അപ്പൊ അധി എന്ന് പറഞ്ഞാൽ പ്ലസ്. മനസ്സിലായോ? യാപകൻ, യാത്ര ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവൻ. തനിക്കറിയുന്നത് മാത്രം കുട്ടി പഠിച്ചാൽ അധ്യാപകനാവില്ല. തനിക്കറിയുന്നതിനപ്പുറത്ത് പുതിയ ചോദ്യങ്ങൾ ചോദിക്കുന്ന കുട്ടികൾ ഉണ്ടാകുമ്പോഴാണ് അധ്യാപകൻ ഉണ്ടാവുന്നത്. ശ്രീനാരായണ ഗുരു കേരളത്തിലെ സമൂഹത്തെ പഠിപ്പിച്ചത് വിദ്യ നേടിയ പോരാ, അധ്യാപകന്റെ ലക്ഷ്യം പ്രബുദ്ധനാവണം എന്നാണ്. എന്താണ് വിദ്യയും പ്രബുദ്ധതയും തമ്മിലുള്ള വ്യത്യാസം? വിദ്യ നേടി പ്രബുദ്ധനാവണം. എന്താണ് പ്രബുദ്ധത? എന്ന് പറഞ്ഞാൽ പ്രകർഷേണ, വർദ്ധിക്കുന്നത് എന്നർത്ഥം. ബോധം വർദ്ധിക്കണം, ബോധം വളർത്തി കൊണ്ടുവരണം. ഇന്നലെ ഇല്ലാത്തൊരു ബോധം ഇന്നുണ്ടാവണം. മാഷക്കറിയാത്ത ബോധം കുട്ടിക്കുണ്ടാവണം. അങ്ങനെ ഒരു കുട്ടിയെ ഞാൻ കഴിഞ്ഞ ഒക്ടോബർ 1-ാം തീയതി കണ്ടു. ഒക്ടോബർ 1-ാം തീയതി വയോജന ദിനാണ്, അല്ലേ? ഒക്ടോബർ 1 വയോജന ദിനാണ്. വയോജന ദിനത്തിൽ എൻ്റെ നാട്ടിലെ സ്കൂളിൽ ഒരു ഗ്രാൻഡ് ഫാദർ സംഗമം വെച്ചു. ഒരു സ്കൂളിൽ കുട്ടികളെല്ലാം അച്ഛനെയും അമ്മയല്ല കൊണ്ടുവരേണ്ടത്, അപ്പൂപ്പനെയും അച്ചമ്മയെയും അച്ചാച്ചനെയും ഉപ്പാവ ഉമ്മാവ അവരെയെല്ലാം കൂട്ടിയിട്ട് വരണമെന്ന് പറഞ്ഞു. നോക്കുമ്പോൾ ഉണ്ടല്ലോ, കുട്ടികൾക്ക് 500 കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. അപ്പോൾ ഒരു 250 ആൾ എന്ന് വെച്ച് 250 കസേര ഒരുക്കി. നോക്കുമ്പോൾ 500 കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ 750 ആൾ വന്നു. കാരണം അമ്മമ്മയും വന്നു, അച്ചാച്ചനും വന്നു. ഒരു കുട്ടിക്ക് 4 ആളുണ്ടാവുമല്ലോ. അച്ഛനും അമ്മയും 2 ആളെ ഉണ്ടാവും. ഒരു കുട്ടിക്ക് ഗ്രാൻഡ് ഫാദർ 4 ആളുണ്ടാവില്ല. അമ്മേൻ്റെ അച്ഛനും അമ്മേൻ്റെ അമ്മയും ഉണ്ടാവും, അച്ഛൻ്റെ അച്ഛനും അച്ഛൻ്റെ അമ്മയും ഉണ്ടാവുമല്ലോ. എല്ലാവർക്കും വന്നു. സ്കൂള് കൊച്ചുമക്കൾ പഠിക്കുന്ന സ്കൂളിൽ പോകാൻ കിട്ടിയൊരു ചാൻസ് അല്ലേ? രാവിലെ മുതൽ എല്ലാ വീട്ടിൽ നിന്ന് ഒരുക്കം തുടങ്ങി, കുളിച്ചൊരുങ്ങി എല്ലാവരും വന്നു. അങ്ങനെ വന്നിട്ട് പ്രസംഗം തുടങ്ങി. അധ്യക്ഷ പ്രസംഗം ഹെഡ് ടീച്ചർ ബിന്ദു ടീച്ചർ പ്രസംഗിക്കുക. ടീച്ചർ പറഞ്ഞു, പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ രക്ഷിതാക്കൾ അപ്പൂപ്പനും അമ്മൂമ്മയല്ലേ ഇത്, അവരെ നമ്മൾ സ്നേഹിക്കണം, സഹായിക്കണം, പരിഗണിക്കണം കേട്ടോ. അതിന് ടീച്ചർ ഒരു ഉദാഹരണം പറഞ്ഞു. പഴുത്ത പ്ലാവിലെ വീഴുമ്പോൾ പച്ചപ്ലാവിലെ ചിരിക്കും, അല്ലേ? വീണല്ലോ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഈ പച്ചപ്ലാവിലെയും ഇതുപോലൊരു കാലം
പഴുത്തു വീഴുമെന്നോർക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കുട്ടി എഴുന്നേറ്റ് ഒരു സംശയം, ടീച്ചറെ ഒരു സംശയം. എന്താ? ഈ പഴുത്ത പ്ലാവില വീഴുമ്പോൾ പച്ചപ്ലാവില ചിരിക്കാതിരുന്ന പഴുക്കാണ്ടിക്കുവോ? എന്തായാലും പഴുക്കൂലേ, പിന്നെ ചിരിക്കുന്നല്ലേ നല്ലത്. അതാണ് പ്രബുദ്ധത, പിടികിട്ടിയ. മാഷ് പറയുന്നത് മാത്രം കേട്ടു പോക്കല്ല, അതിനപ്പുറത്ത് ചിന്തിക്കുന്നവരാണ്, അതിനപ്പുറത്ത് ചിന്തിക്കുന്നവരാണ്. നിങ്ങളിപ്പോൾ ഞാനൊരു സിമ്പിൾ ചോദ്യം ചോദിക്കട്ടെ മക്കളെ, നിങ്ങളോട് ഒരു സിമ്പിൾ ചോദ്യം ചോദിക്കട്ടെ. 1 ആണോ 2 ആണോ വലുത്? പറ. 1 ആണോ? ഇവൻ പറയുന്നു 1, 2. ഏതാ ശരി? ഇവൻ പറയുന്നു 1, ഇവൻ പറയുന്നു 2. 2 എന്ന് പറഞ്ഞ ആളെ പേരെന്താ? ആരുഷ്. ആരുഷിൻ്റെ അച്ഛൻ എത്ര മക്കളുണ്ട്? 2. ഒന്നാമത്തെ ആളാരാ? രണ്ടാമത്തോ? അനിയത്തി. ആരാ വലുത്? അപ്പോൾ 1 അല്ലേ വലുത്? കണ്ടാ? അപ്പോൾ ഓൻ പറഞ്ഞാൽ ശരി. അപ്പോൾ നിങ്ങൾ അപ്പോൾ സ്കൂളിലെത്തിയാൽ ചോദിക്കണം, മാഷേ വീട്ടിലെത്തുമ്പോൾ 1 വലുത്, സ്കൂളിലെത്തുമ്പോൾ 2 വലുത്. അതെന്താ? ചോദ്യങ്ങൾ ചോദിക്കുന്ന കുട്ടികളുണ്ടാവണം. നമ്മുടെ ഭാരതത്തിന് പറ്റിയ അബദ്ധം എന്താണെന്നറിയാവോ? ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസക്തിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മുടെ ഭാരതം അറിവിൻ്റെ കാര്യത്തിൽ നമ്പർ 1 ആണെന്ന് ആരാ പറഞ്ഞ? നമ്മളല്ല. നമ്മൾ ഭയങ്കരന്മാരാന്ന് നമ്മൾ തന്നെ പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, വിസ്ഡം എറൈസ് ഫ്രം ഈസ്റ്റ്, വിവേകം കിഴക്ക് നിന്നുദിക്കുന്നു. അവർ പടിഞ്ഞാറന്മാരാ, പാശ്ചാത്യ നാടുകൾ കിഴക്കാരാ നമ്മൾ. കാരണം എന്താണെന്നറിയോ? ഉപനിഷത്തുകളുണ്ട് ഇവിടെ. എപ്പോ ഈ അറിവൊന്നും ഉണ്ടാകുന്നതിന്, കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കുന്നതിന് 1500 കൊല്ലം മുമ്പ് ഇന്ത്യയിൽ യൂണിവേഴ്സിറ്റിയുണ്ട്, നളന്ദ, തക്ഷശിലയുണ്ട്. അതിനേക്കാൾ 1000 കൊല്ലം മുമ്പ് ഈ ഭാരതത്തിൽ സത്യത്തെ അന്വേഷിച്ചുകൊണ്ടുള്ള ഉപനിഷത്തുണ്ടായിട്ടുണ്ട്. എന്താ ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ അറിയാവോ? ഉപവിഷ്ടരായിട്ട് നിശേഷ സത്യത്തെപ്പറ്റി ചർച്ച ചെയ്യുക. സത്യം പലതുണ്ട്, അർദ്ധസത്യമുണ്ട്, അപൂർണ സത്യമുണ്ട്, അസത്യമുണ്ട്, ഇല്ലേ? സൂര്യൻ എവിടുന്നാ ഉദിക്കുന്ന? ഈസ്റ്റ്, കിഴക്ക് നിന്ന്. എവിടെയാ അസ്തമിക്കുന്ന? വെസ്റ്റ്, പടിഞ്ഞാറ് അസ്തമിക്കുന്നു. സൂര്യൻ കിഴക്ക് നിന്ന് ഉദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു. സത്യമല്ലേ? അല്ല. സൂര്യൻ ഉദിക്കുന്നുമില്ല, അസ്തമിക്കുന്നുമില്ല. നമുക്ക് തോന്നുന്നതാ, നമ്മൾ കറങ്ങുന്ന കൊണ്ട് തോന്നുന്നല്ലേ. അപ്പം അത് സത്യമല്ലല്ലോ. അതായത് ഞാനിങ്ങനെ ട്രെയിനിൽ വരുമ്പോൾ, ഷൊർണൂർ എത്തിയാൽ പകൽ സമയത്ത് വരുമ്പോൾ ഷൊർണൂർ ഒരുപാട് നേരം ട്രെയിൻ നിർത്തിയിടും. അവിടുത്തെ വടയും ഇഡ്ഡലിയും തീരുന്നവരെ വണ്ടി വിടൂല, എന്നാലേ കച്ചവടം നടത്തും. അപ്പോൾ ഉച്ച സമയത്ത് ട്രെയിൻ അവിടെ നിർത്തുമ്പോൾ ഭയങ്കര ചൂടായിരിക്കും. ചൂടാകുമ്പോൾ നമ്മൾ ഈ വണ്ടി പുറപ്പെടാത്തതിൽ ഇങ്ങനെ അസ്വസ്ഥത പ്രകടിപ്പിക്കും. എന്താ വണ്ടി വിടാത്തത്? അവസാനം വണ്ടി വിട്ടു. ആശ്വാസമായി. വണ്ടി സ്പീഡാവുന്നു, പക്ഷെ കാറ്റൊന്നും വരുന്നില്ല. എങ്കിലും പുറപ്പെട്ടല്ലോ. പുറപ്പെട്ട് കുറേ അങ്ങോട്ട് എത്തിയപ്പോഴാണ് മനസ്സിലായത് തൊട്ടപ്പുറത്തെ വണ്ടി പുറകോട്ട് പോയതാണ്, നമ്മൾ നിന്നെടുത്ത് നിൽക്കുക. അങ്ങനെ ഒരു തോന്നലുണ്ടാവും. അതുപോലെ നമുക്ക് തോന്നുന്നതാണ് സൂര്യൻ കിഴക്ക് നിന്നുദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു എന്ന്. സത്യത്തിൽ സൂര്യൻ അനങ്ങാതെ നിൽക്കുകയും നമ്മൾ കറങ്ങുകയും ചെയ്യുകയാണല്ലേ. അതാണ്. നമ്മൾ ബസ്സിൽ പോകുമ്പോൾ സൈഡിൽ ഇരിക്കുന്ന വൃക്ഷങ്ങളും കടകളെല്ലാം പുറകോട്ട് ഓടുന്നത് കാണും. ദൂരെയുള്ള കുന്നുകൾ നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നത് തോന്നും. ഇതൊക്കെ തോന്നലാ. അപ്പോൾ അത് ആപേക്ഷിക സത്യമാണ്. അർദ്ധസത്യങ്ങളുണ്ട്, അസത്യങ്ങളുണ്ട്, അപൂർണ സത്യങ്ങളുണ്ട്, ഒരുപാട് അസത്യങ്ങളുണ്ട്. ഇത് 1,00,000 കൂട്ടി വെച്ചാലും അടുത്തെത്തൂല. ആത്യന്തികമായൊരു സത്യമുണ്ട്, ആ സത്യത്തിന് അടുത്തെത്തൂല. മനുഷ്യൻ്റെ ജോലി ആ സത്യത്തെ അന്വേഷിക്കലാണ്. നിശേഷമായ ഒരു സത്യത്തെ അന്വേഷിക്കലാണ് നമ്മുടെ ജോലി. ഇതിനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ നിങ്ങൾ ആകാശത്ത് മേഘങ്ങളൊന്നുമില്ലെങ്കിൽ ഈ പന്തലിൻ്റെ പുറത്തിറങ്ങി നിന്ന് നോക്കൂ, ആകാശത്ത് 1,00,000 നക്ഷത്രങ്ങളെ കാണാം, അല്ലേ? എന്നിട്ട് നമുക്ക് വെളിച്ചമുണ്ടോ? ഈ ട്യൂബ് ലൈറ്റും ഹാലോജനും CFL-ഉം ബൾബും എല്ലാം കത്തിക്കേണ്ടി വന്നില്ലേ? 1,00,000 നക്ഷത്രങ്ങൾ ആകാശത്തുണ്ടായിട്ട് എന്ത് കാര്യം? എന്നാൽ പകൽ സമയത്ത് ഞാനിവിടെ പകലാണ് എത്തിയത്, ഇവിടെ ഒരു ബൾബും കത്തുന്നുണ്ടായിരുന്നില്ല. ആകാശത്ത് ഒറ്റ നക്ഷത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാണെങ്കിൽ ചെറിയ നക്ഷത്രമാണ്. സൂര്യൻ എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രത്തിൻ്റെ എത്രയോ ചെറുതാ. സൂര്യനേക്കാൾ വലിയ ഒരുപാട് നക്ഷത്രങ്ങളുണ്ട്. എന്നിട്ടും പകല് നമുക്ക് വെളിച്ചം കിട്ടുന്നു ഒറ്റ വിളക്ക്. ആകാശത്ത് രാത്രിയിൽ 1,00,000 നക്ഷത്രങ്ങൾ ഉണ്ടായിട്ടും വെളിച്ചം കിട്ടുന്നില്ല. എന്തുകൊണ്ടാ?
പകലെന്ന വിളക്കിനോട് നമ്മൾ അടുത്താണ്, സത്യത്തിന് നമ്മൾ അടുത്തായതുകൊണ്ടാണ്. രാത്രി കാണുന്ന വിളക്കുകളിൽ നമ്മൾ അകലെയാണ്. ഇതിനെക്കുറിച്ചൊരു പാട്ടുണ്ട് വയലാർ എഴുതിയത്. പ്രപഞ്ചം മുഴുവൻ വെളിച്ചം നൽകാൻ പകലിനൊന്നേ വിളക്കുള്ളൂ, ലക്ഷം നക്ഷത്ര ദീപങ്ങൾ കൊളുത്തി സ്വപ്നം കാണുന്നു രാത്രി, വെളിച്ചം സ്വപ്നം കാണുന്നു രാത്രി. കേട്ടിട്ടുണ്ടോ? അദ്വൈതം ജനിച്ച നാട്ടിൽ, ആദിശങ്കരൻ ജനിച്ച നാട്ടിൽ, 1000 ജാതികൾ, 1000 മതങ്ങൾ, 1000 ദൈവങ്ങൾ. അത് ആ പാട്ടിൽ പറയുന്നു. എന്താ നമുക്ക് മാർഗം? നിത്യസ്നേഹം തെളിക്കുന്ന വീഥി, സത്യാന്വേഷണ വീഥി എന്നാണ്. സത്യത്തെ അന്വേഷിക്കലാണ് നമ്മുടെ ജോലി. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി പറഞ്ഞത്, എൻ്റെ ജീവിതം സത്യത്തെ അന്വേഷിക്കുന്ന ഒരു പരീക്ഷണമാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേര് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നാണ്. ആ സത്യത്തെ അന്വേഷിച്ച് ഇരുന്ന് എഴുതി വെച്ച, കാട്ടിനകത്തിരുന്ന് എഴുതി വെച്ച ആരണ്യകങ്ങൾ കേട്ടിട്ടുണ്ടോ? ബൃഹദാരണ്യോപനിഷത്ത് കാട്ടിനകത്ത, നൈമിഷാരണ്യോപനിഷത്ത് അല്ലേ? ആരണ്യകങ്ങളിലാണ് ഉപനിഷത്തുകൾ ഉണ്ടായത്. അതിൻ്റെ നാടല്ലേ നമ്മുടെ നാട്? വേദങ്ങളുടെ നാടല്ലേ നമ്മുടെ നാട്? വേദാന്തത്തിൻ്റെയും ബ്രാഹ്മണങ്ങളുടെയും നാടല്ലേ നമ്മുടെ നാട്? രാമായണവും മഹാഭാരതവും നോക്കൂ. 1,64,000 ശ്ലോകങ്ങളുണ്ട് മഹാഭാരതത്തിൽ ഇല്ലേ? 1,64,000 ശ്ലോകം. അത്രയും ശ്ലോകങ്ങളിൽ എത്ര കഥാപാത്രം ഉണ്ടെന്നറിയോ? ഏതാണ്ട് 25,000 കഥാപാത്രങ്ങൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ കഥകൾ എഴുതി ഉണ്ടാക്കിയില്ലേ? നിങ്ങൾ ആലോചിക്കൂ, 500 കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലെ ഹെഡ് മാഷക്ക് 500 കുട്ടികളെ പേരറിയാവോ? ഇല്ല. എന്നാൽ 25,000 കഥാപാത്രങ്ങളെ മനസ്സിൽ ഓർമ്മിച്ചിട്ട് ഒരു കഥ എഴുതിയില്ലേ ഒരു മനുഷ്യൻ, വ്യാസൻ? വേദങ്ങളെ മുഴുവൻ അദ്ദേഹം കലക്ട് ചെയ്തെടുത്തു. വേദങ്ങൾ ഇങ്ങനെ മൂല്യം നഷ്ടപ്പെട്ടു പോകും, കാരണം എഴുതി വെച്ചിരുന്നില്ല. അത് ഈ ബൈഹാർട്ട് പഠിക്കുമ്പോൾ നമ്മൾ വായിക്ക് തോന്നിയ കോതക്ക് പാട്ട് പാടൂലേ? ഏതെങ്കിലും ഒരു വാക്ക് മറന്നുപോയ കൂട്ടിപ്പാടൂലേ? അങ്ങനെ കുറേ കൂട്ടിച്ചേർക്കലുണ്ടായി. ചില വാക്കുകൾ മറന്നുപോയി. ഞങ്ങൾ ഒരു ദിവസം, കഴിഞ്ഞ ദിവസം ഒരു ടൂർ പോകുമ്പോൾ ബസ്സിൽ ഇടത്ത് സൈഡിലുള്ളവരും വലത്ത് സൈഡിലുള്ളവരും തമ്മിൽ അന്താക്ഷരി മത്സരം നടത്തി. അന്താക്ഷരി മത്സരത്തിൽ ഞങ്ങളെ ടീമിന് 4 അക്ഷരം പലതവണ വന്നു. 4 തുടങ്ങുന്ന പാട്ട് പാടണമല്ലോ. 4 തുടങ്ങുന്ന പാട്ട് അക്ഷരം തന്നെ വരിക. പലതവണ വന്നിട്ടും നമ്മൾ പാടിയിട്ടും കുറേ കഴിഞ്ഞിട്ട് 4 തുടങ്ങുന്ന പാട്ട് അറിയുന്നതെല്ലാം പാടിത്തീർന്നു. പിന്നെയും വന്നു നാ. ഇപ്പം നമ്മൾ തോക്കും. അഭിമാനം സംരക്ഷിക്കട്ടെ. അപ്പം ഞാൻ ഒറ്റ പാട്ട്, നട്ടപ്പാതിരയായി നേരം പനിനീർ കുളിരമ്പിളിന്ന് നമ്മൾ ജയിച്ചു. സത്യത്തിൽ പാതിരാവായി നേരമൊന്നേ ഉള്ളൂ. ഞാൻ കൂട്ടിയതാ നാ കിട്ടാൻ വേണ്ടി, മനസ്സിലായോ? പക്ഷെ അവർക്ക് മനസ്സിലായില്ല. നട്ടപ്പാതിരാന്ന് ഞാൻ കൂട്ടിയതാ. ഇതുപോലെ വായക്ക് തോന്നിയത് കൂട്ടിച്ചേർക്കും പലരും. പലതും വാക്കുകളും വിഴുങ്ങിപ്പോവും, നഷ്ടപ്പെട്ടു പോവും. അങ്ങനെ വേദങ്ങളിൽ മൂല്യത്തകർച്ച വന്നപ്പോൾ കൃഷ്ണൻ എന്നു പേരുള്ളൊരു മനുഷ്യൻ, കറുത്തവനാ. അവൻ ദ്വീപിലാ ജനിച്ചത്. അവൻ്റെ അമ്മ മീൻ പിടിക്കുന്ന പെണ്ണാ, അച്ഛൻ സന്യാസിയാ, പരാശര മഹർഷി. പാലരുവിക്കരയിൽ പണ്ടൊരു പൗർണമാസി രാവിൽ തോണിക്കാരിയ മത്സ്യകന്യയെ മാമുനിയൊരുവൻ കാമിച്ചു. അതിലുണ്ടായ കുട്ടിയാണ് ഈ കൃഷ്ണൻ. ദ്വീപിൽ ജനിച്ചതുകൊണ്ട് കൃഷ്ണദ്വൈപായനൻ എന്ന് പേര് വന്നു. അവൻ ഈ വേദങ്ങൾ മുഴുവൻ പഠിച്ചു, സമ്പാദിച്ചു, കളക്ട് ചെയ്തു. എന്നിട്ട് അതിലുള്ള തകരാറുകൾ പരിശോധിച്ച് നല്ലതല്ല, വേണ്ടാത്തതെല്ലാം ഒഴിവാക്കി, ഒഴിഞ്ഞു പോയതെല്ലാം കൂട്ടിച്ചേർത്തു. വേണ്ടാത്ത ഒഴിവാക്കി, ഒഴിഞ്ഞു പോയത് കൂട്ടിച്ചേർത്തു. എന്നിട്ടത് 4 ഭാഗങ്ങളായി എഴുതി വെച്ചു. ഇനി തെറ്റുവരുത്തരുത്. അതിനുവേണ്ടി ഋക്ക്, യജുസ്, സാമം, അഥർവം 4 പാർട്ടാക്കിയിട്ട് എഴുതി വെച്ചു. ഈ പ്രക്രിയക്ക് സംസ്കൃതത്തിൽ പറയുക വ്യസിക്കുക എന്നാണ്.
എന്ന് പറഞ്ഞാൽ കലക്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്ത് നടത്തുന്ന പ്രക്രിയക്കാണ് വ്യസിക്കുക എന്ന് പറഞ്ഞത്. സമ്പാദനവും സംശോധനവും പ്രസാധനവും നടത്തുന്ന പ്രക്രിയ. അങ്ങനെ അത് ചെയ്തതുകൊണ്ട് വേദങ്ങളെ വ്യസിച്ചതുകൊണ്ട് എന്തറിയപ്പെട്ടു? വേദവ്യാസൻ. പിടികിട്ടിയോ? അങ്ങനെ ആ വേദവ്യാസൻ എന്ന് പേര് കിട്ടുന്നത് കൃഷ്ണദ്വൈപായന്. അതൊരു ചെറിയ ബുദ്ധിയാണോ? വലിയ മഹാഭാരതം എഴുതി. രാമായണം, ലോകത്തിന് തന്നെ അത്ഭുത കാവ്യമായ രാമായണം എഴുതിയില്ലേ? വാൽമീകി രാമായണം എഴുതി. പിന്നെയോ 18 പുരാണങ്ങളുണ്ടായി ഇല്ലേ? പിന്നെ കാളിദാസനുണ്ടായി, രവീന്ദ്രനാഥ ടാഗോർ വരെയുള്ള എത്രയെത്ര മഹാകവികൾ. അത്ഭുതമായിരുന്നില്ലേ നമ്മുടെ ഭാരതത്തിൻ്റെ ബുദ്ധി? അതൊക്കെ പോട്ടെ, ഇനി മറ്റൊരു കാര്യം ആലോചിക്കാം. നമ്മുടെ ചികിത്സിക്കുന്ന അലോപ്പതി മരുന്നില്ലേ, ഗുളിക, കുപ്പിമരുന്ന്, ഇതൊക്കെ ഉണ്ടായത് എപ്പോഴാണ്? ഇഞ്ചക്ഷനും ഓപ്പറേഷനെല്ലാം കണ്ടുപിടിച്ചിട്ട് 200 കൊല്ലല്ലേ ആയിട്ടുള്ളൂ. 200 കൊല്ലല്ലേ ആയിട്ടുള്ളൂ ഇതൊക്കെ വന്നിട്ട്. അതെങ്ങനെയാ? മെൻഡലീയഫിൻ്റെ പട്ടിക 104 മൂലകങ്ങൾ കണ്ടുപിടിച്ചിട്ട് ആ മൂലകങ്ങളുടെ രാസത്വരക ശക്തി എന്തെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് രാസപരീക്ഷണത്തിൽ ടെസ്റ്റ് ട്യൂബും ഫണലും ഉപയോഗിച്ച് പരീക്ഷണങ്ങൾ നടത്തിയിട്ട് ബാക്ടീരിയക്കും ഫംഗസിനും വൈറസിനും എന്തൊക്കെ മരുന്നുകൾ ഉണ്ടാക്കാമെന്ന് കണ്ടെത്തിയിട്ട് വെളുത്ത എലികളിൽ ലേപനം ചെയ്തിട്ടും ഇഞ്ചക്ട് ചെയ്തിട്ടും കുടിപ്പിച്ചിട്ടും സൈഡ് എഫക്റ്റ് പരിശോധിച്ചിട്ടാണ് നമുക്ക് ഇംഗ്ലീഷ് മരുന്ന് കിട്ടിയത്. എന്നാൽ ഈ ഇംഗ്ലീഷ് മരുന്ന് ഉണ്ടാകുന്നതിനും ആയിരക്കണക്കിന് വർഷം മുമ്പ് ഒരു ലാബറട്ടറി ഇല്ല, ഒരു ടെസ്റ്റ് ട്യൂബ് ഇല്ല, ഒരു ഫണലും ഇല്ല, ഒരു മെൻഡലിയഫിൻ്റെ പട്ടികയും ഇല്ലാത്ത കാലത്ത് നമ്മുടെ നാട്ടിലെ ചെടികൾ, മരം, പുല്ല്, അതിൻ്റെ ഇലയും തൊലിയും പൂവും കായും വേരും വായ ആകുന്ന പരീക്ഷണശാലയിൽ ചവച്ചരച്ച് നോക്കിയിട്ട് നാവ് കൊണ്ട് ടെസ്റ്റ് നടത്തി അല്ലേ? ലാബറട്ടറി ഇതായിരുന്നു. നാവ് കൊണ്ട് ഇത് അമ്ല ഗുണമാണോ ക്ഷാരഗുണമാണോ എന്ന് കണ്ടെത്തിയിട്ട് ഇത് വാതത്തിന് പറ്റുമോ പിത്തത്തിന് പറ്റുമോ കഫത്തിന് പറ്റുമോ എന്ന് മരുന്ന് ആയിരക്കണക്കിന് കഷായം, അരിഷ്ടം, ലേഹ്യം, വടകം, തൈലം ഉണ്ടാക്കിയ ചരകനും സുശ്രുതനും സഞ്ജീവിനി മഹർഷിയും. എന്തൊരു ബുദ്ധിയായിരുന്നു അത്! ഭയങ്കര ബുദ്ധിയല്ലേ? അതും പോട്ടെ, അടുത്ത് നോക്കാം. സ്കാനിങ് മെഷീൻ ഉണ്ടല്ലോ ഇപ്പോൾ. സ്കാനിങ് മെഷീനിലൂടെ ഒരു ഗർഭിണിയുടെ വയറ്റിൽ കിടക്കുന്ന കുട്ടി ആണോ പെണ്ണോ എന്നറിയാം. ആ കുട്ടിക്ക് എപ്പോൾ കൈകാലുകൾ വളരുക, എപ്പോഴാ കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക് ഒക്കെ ഉണ്ടാകുക എന്ന് എപ്പോൾ അറിയാം, എപ്പോഴാ മുടിയും നഖവും വളരുക എന്ന് കൃത്യമായിട്ട് കണക്കറിയാം ഇപ്പോൾ. എന്നാൽ ഈ സ്കാനിങ് മെഷീൻ കണ്ടുപിടിച്ചിട്ട് 100 കൊല്ലത്തിനിപ്പുറമല്ലേ? എന്നാൽ സ്കാനിങ് മെഷീൻ കണ്ടുപിടിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയ രാമായണം, ആ രാമായണത്തിൽ സമ്പാദിവാക്യം എന്നൊരു അധ്യായമുണ്ട്. ഒന്ന് വീട്ടിൽ പോയി വായിച്ചു നോക്കുക. ആ സമ്പാദിവാക്യത്തിൽ വയറ്റിൽ കിടക്കുന്ന കുട്ടി എപ്പോഴാണ് പെണ്ണ് വേർതിരിയുക, എപ്പോഴാണ് നഖം ഉണ്ടാകുക, എപ്പോഴാണ് മുടി ഉണ്ടാകുക, എപ്പോഴാണ് കണ്ണും ചെവിയും ഉണ്ടാകുക എന്ന് കൃത്യമായ കണക്കയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതെങ്ങനെയാ തലയിട്ട് നോക്കി കണ്ടുപിടിച്ചതാ? അതെന്തൊരു അത്ഭുതമാണ്! ഇത്രയും അറിവുണ്ട് നമ്മുടെ രാജ്യത്ത്. എന്നിട്ടും എന്തേ പട്ടിണി റാങ്കിങ്ങിൽ നമ്മുടെ രാജ്യം 119 സ്ഥാനത്തായി കൊല്ലം. നമ്മുടെ രാജ്യം ഇപ്പോഴും പറയില്ല. അന്ധവിശ്വാസങ്ങളും കൂടോത്രങ്ങളും കലാപങ്ങളും നടക്കുന്ന രാജ്യം നമ്മുടെ നാട് അല്ലേ? അമേരിക്ക ഭയങ്കര പൈസക്കാരായി. എന്തേ? ഇവിടെ നോക്കൂ, ഈ ഓഡിറ്റോറിയത്തിൽ ഏതെങ്കിലും ഒരു വസ്തു ഇന്ത്യയെ കണ്ടുപിടിച്ച് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ നോക്കിയാട്ടെ നിങ്ങൾ. ഈ മൈക്ക് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, ഈ ഫോണ് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, ഈ കടലാസ് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, അച്ചടി കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, കണ്ണട കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, ഫാന് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, ബൾബ് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, വാച്ച് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, സിമെൻറ്റ് കണ്ടുപിടിച്ചത്, ക്യാമറ കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല. എന്തെങ്കിലും ഉണ്ടോ ഇന്ത്യയെ കണ്ടുപിടിച്ച്? ഇവിടെ നോക്കൂ, എല്ലാം വിദേശികൾ കണ്ടുപിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന. ഇത്രയും വിവരം ഉണ്ടായിട്ട് എന്ത് പറ്റി നമുക്ക്? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ രാജ്യത്തിൻ്റെ ആധ്യാത്മികമായ അറിവുകൾ നമ്മുടെ വിദ്യ പ്രബുദ്ധതയാക്കി മാറ്റുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു. അതാ ഗുരു പറഞ്ഞത്, വിദ്യ നേടിയ പോരാ, പ്രബുദ്ധന പ്രകർഷേണ ബോധം വർദ്ധിക്കുന്നതാവണം വിദ്യ. അതാണ് അധ്യാപനം. പ്ലസ് ആവണം. പഠിച്ചത് പാഠപുസ്തകത്തിനകത്ത് ഒതുങ്ങാനല്ല. പാഠപുസ്തകം ഒരു പ്രവേശന കവാടം മാത്രമാണ്. പാഠപുസ്തകത്തിനപ്പുറത്തുള്ളത് അന്വേഷിക്കാൻ നമ്മൾ തയ്യാറാവണം. പുതിയ പുതിയ
ചിന്തകൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയണം. അപ്പോഴാണ് നമ്മൾ പ്രബുദ്ധരാവുന്നത്. ആ പ്രബുദ്ധത കേരളത്തിലെ മനുഷ്യർക്കുണ്ടാവണമെന്ന് ആഹ്വാനം ചെയ്തപ്പോഴാണ് കേരളം അന്ധവിശ്വാസത്തിൻ്റെയും അനാചാരത്തിൻ്റെയും വൃത്തികെട്ട ജാതിബോധത്തിൻ്റെയും അടിമത്വത്തിൽ നിന്ന് കേരളം മോചനം നേടിയത്. ഗുരുവിൻ്റെ ദർശനം കേട്ടിട്ട് വിദ്യയെ പ്രബുദ്ധതയാക്കി മാറ്റിയത് കൊണ്ടാണ്. അവിടെ അതാണ് അധ്യാപകൻ. അധിയാപനം നടത്താൻ കുട്ടിയെ പ്രേരിപ്പിക്കുന്നവൻ. തന്നേക്കാൾ കൂടുതൽ കുട്ടി പഠിക്കണം, തന്നെ ചോദ്യം ചെയ്യണം. അത്തരത്തിൽ ഉദ്ദാലകാരുണി ശ്വേതകേതുവിന് തനിക്കറിയുന്ന ആധ്യാത്മിക ദർശനങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. ആ ദർശനത്തിനപ്പുറത്ത് എന്താ ദർശനം എന്ന് പറഞ്ഞാൽ? ദർശനം എന്ന് പറഞ്ഞാൽ കാഴ്ച അല്ലേ? പക്ഷിമൃഗാദികൾക്കെല്ലാം ദർശനമുണ്ട്. എന്നാൽ മനുഷ്യൻ്റെ ദർശനം വേറെയാണ്. ഉച്ചിയിലിരുമൂടി കെട്ടുമായി വരുന്നു ഞാൻ, അച്ഛൻ കോവിലയ്യപ്പ രക്ഷയേകു. സത്യമാം 18 തൃപ്പടിയേറുമ്പോൾ ദർശനം നൽകണേ തമ്പുരാനെ. എന്ത് ദർശന? നമ്മൾ വിചാരിച്ചത് യോഗപട്ടാസനസ്ഥനായിട്ട് ശബരിമല ശ്രീകോവിലിരിക്കുന്ന ധർമ്മശാസ്താവിൻ്റെ വിഗ്രഹം എൻ്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയണേ എന്നാ പ്രാർത്ഥിച്ചെന്ന് ധരിച്ചുപോയോ നിഷ്കളങ്കരെ? അല്ല. അവിടെ ഹരിശ്രീതൻ മുത്തുകൾ വിരൽപ്പൂവിൽ വിടർത്തിയ ഗുരുവിൻ്റെ ശ്രീപദങ്ങൾ വണങ്ങി ശിരസിൽ ഇരുമുടിക്കെട്ടുകളും താങ്ങി 18 പടി കേറി ഭഗവാനെ തൊഴുന്നതിന് മുമ്പ് ഒരു ദർശനമുണ്ട്. ആ ദർശനം അതിൻ്റെ മേലെ എഴുതി വച്ചിരിക്കുന്നു തത്വമസി. അല്ലേ? എന്താ അത്? തത്വമസി. ഉദ്ദാലകാരുണി ശ്വേതകേതുവിനെ കൂടുതൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പാഞ്ചാല രാജാവായ പ്രവാഹട കൈവല്യൻ്റെ അടുത്തയച്ചു. പ്രവാഹട കൈവല്യൻ്റെ അടുത്ത് ഒരുപാട് കാലം പഠിച്ചു ശ്വേതകേതു. പഠനം പൂർത്തിയാക്കി തിരിച്ചെത്തിയിട്ട് ശ്വേതകേതു ഉത്തരമല്ല പറഞ്ഞു കൊടുത്തത്, പുതിയ ചോദ്യങ്ങളുമായിട്ടാണ് വന്നത്. ചോദ്യം ചോദിക്കുന്ന കുട്ടികളാ നല്ല കുട്ടികൾ, ഉത്തരം പറയുന്നവരല്ല. ഞാൻ നിങ്ങളോടെല്ലാവരോടൊരു ചോദ്യം ചോദിക്കട്ടെ. ഇപ്പോൾ ഒരു കണക്ക് ചോദിക്കട്ടെ. മുന്നിലിരിക്കുന്നവർ പേടിക്കണ്ട, മുന്നിലുള്ള ആളോട് ചോദിക്കില്ല. നമ്മളെ മാഷന്മാർക്കൊരു വൃത്തികെട്ട സ്വഭാവമുണ്ട്. അറിയുന്നവരോട് ലാസ്റ്റേ ചോദിക്കൂ, അറിയാത്തവരോട് ആദ്യം ചോദിക്കൂ, എന്നിട്ട് ലാസ്റ്റ് അറിയുന്ന ആളോട് ചോദിക്കൂ. അല്ലേ? ലാസ്റ്റ് അന്ന് ആദ്യം തന്നെ അറിയുന്ന ആളോട് ചോദിച്ചാൽ ബാക്കിയുള്ള ആൾക്ക് ടെൻഷൻ അടിക്കണ്ടല്ലോ. അല്ലേ? എൻ്റെ നിലപാട് ഉത്തരം അറിയുന്നവരോടേ ചോദിക്കാവൂ എന്നുള്ള കേട്ടോ. ഉത്തരം അറിയെങ്കിൽ നിങ്ങൾ കൈപൊക്കിയാൽ മതി. അറിയെങ്കിൽ കൈപൊക്കുന്നവരോട് ഞാൻ ചോദിക്കൂ കേട്ടോ. ഇതിൽ ഡ്രൈവിംഗ് അറിയുന്ന എത്ര പേരുണ്ടെന്ന് കൈപൊക്കിയാട്ടെ. ഡ്രൈവിംഗ് അറിയുന്നവർ ഒരു 5-10 ആളുണ്ട് ഇല്ലേ? പക്ഷെ ഡ്രൈവിംഗ് എന്താണെന്ന് എല്ലാവർക്കും അറിയില്ലേ? എന്താ ഡ്രൈവിങ്? വണ്ടി ഓടിക്കൽ. അതിൻ്റെ മലയാളമല്ല ചോദിച്ചത്. ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? ലോകത്ത് കള്ളപ്പണിയെടുക്കാൻ പറ്റാത്ത ഒറ്റൊരു പണിയേ ഉള്ളൂ, ഡ്രൈവിങ്. ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബ്രേക്ക് ഔട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? സ്റ്റിയറിംഗ് ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് തിരിക്കാമെന്ന് പറയാൻ പറ്റുമോ? ചെയ്യേണ്ട പണി ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യേണ്ട പണിയാണ് ഡ്രൈവിങ്. നിങ്ങളെല്ലാവരും ഇപ്പോൾ ഒരു വണ്ടി ഓടിക്കാൻ അറിയുന്നവരും അല്ലാത്തവരും ഒരു വണ്ടി ഓടിക്കുന്നതെന്ന് വിചാരിക്കാൻ ഒരു പ്രയാസവും ഇല്ലല്ലോ. ഒരു പ്രയാസമുണ്ടോ? ഇല്ല. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ കെമിസ്ട്രി എടുക്കുന്ന ടീച്ചർ ഒരിക്കൽ പോലും എന്നെ ലാബറട്ടറി കൊണ്ടുപോയിട്ടൊരു പരീക്ഷണം കാട്ടി തന്നിട്ടില്ല. വിരൽ കാണിച്ചിട്ട് പറയും ഇതൊരു ടെസ്റ്റ് ട്യൂബാണെന്ന് വിചാരിക്കുക, അതിൽ സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചു എന്ന് വിചാരിക്കുക, അതിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇട്ടു എന്ന് വിചാരിക്കുക, എന്ത് രാസമാറ്റം സംഭവിക്കുമെന്ന് കാലക്കേടിന് എന്നോടാ ചോദിച്ചത്. എൻ്റെ വയറ്റുനിന്ന് സൾഫ്യൂരിക് ആസിഡ് ഒഴിക്കാൻ തുടങ്ങി. ഉത്തരം അറിയില്ല, വയറ്റുന്നൊരു പുകച്ചിലുണ്ടാവുമല്ലോ. എന്നിട്ട് ഞാൻ ഉത്തരം പറഞ്ഞു കേട്ടോ, അറിയില്ലെങ്കിലും. പക്ഷെ ഉത്തരം പറഞ്ഞതിൻ്റെ പേരിൽ എന്നെ ക്ലാസ്സിൽ നിന്ന് ടീച്ചർ ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞു, പുറത്താക്കി കളഞ്ഞു. ഞാൻ പറഞ്ഞ ഞാൻ ഉത്തരം പറഞ്ഞു എന്ന് വിചാരിക്കുക എന്നായിരുന്നു. എല്ലാം വിചാരിക്കണം, പിന്നെ അതും കൂടി അങ്ങ് വിചാരിച്ചപ്പോലെ. അപ്പോൾ ഞാൻ പറഞ്ഞത്, നിങ്ങളിപ്പോൾ എല്ലാവരും ഒരു വണ്ടി ഓടിക്കുകയാണെന്ന് വിചാരിക്കുക. മനസ്സിലായോ? വിചാരിച്ചല്ലോ. ഇനി കണക്ക് ശ്രദ്ധിച്ചോ. ഈ വണ്ടി 2 കിലോമീറ്റർ ഓടിയപ്പോൾ അതിൽ 4 ആൾ കയറി. പിന്നെ 4 കിലോമീറ്റർ ഓടിയപ്പോൾ അതിൽ നിന്ന് 2 ആൾ ഇറങ്ങിപ്പോയി. പിന്നെയും 5 കിലോമീറ്റർ ഓടിയപ്പോൾ 10 ആൾ കയറി. 10 കിലോമീറ്റർ ഓടിയപ്പോൾ 5 ആൾ ഇറങ്ങിപ്പോയി. ഇനിയാണ് ചോദ്യം. ഒന്നുകൂടി പറയണോ കണക്ക്?
2 കിലോമീറ്റർ ഓടിയപ്പോൾ 4 ആൾ കയറി, 4 കിലോമീറ്റർ ഓടിയപ്പോൾ 2 ആൾ ഇറങ്ങി, 5 കിലോമീറ്റർ ഓടിയപ്പോൾ 10 ആൾ കയറി, 10 കിലോമീറ്റർ ഓടിയപ്പോൾ 5 ആൾ ഇറങ്ങി. ചോദ്യം ഇതാണ്, ആ വണ്ടിയുടെ ഡ്രൈവറുടെ വയസ്സെത്രയാ? ഉത്തരം അറിയുന്നവർ കൈപൊക്കുക. ഒരാൾ കൈപൊക്കിയിട്ടുണ്ട്. വണ്ടിയുടെ ഡ്രൈവർ 2 ആൾ കൈപൊക്കി, 3 ആൾ കൈപൊക്കി. ഓക്കെ, ആദ്യം കൈപൊക്കിയ ആളൊന്ന് കൃത്യസംഖ്യ വിളിച്ചു പറയൂ. ആ സംഖ്യ പറയൂ. 40 ഇവിടെ, 41 ഇവിടെ, 53, 62. 4 ആൾ പറഞ്ഞു ഉത്തരം. അങ്ങൊരാണ് ആണുങ്ങൾ കൂടി കൈപൊക്കിയിട്ടുണ്ട്. പറഞ്ഞോ? കേട്ടിട്ടില്ല. 67. 5 ആൾ പറഞ്ഞു ഉത്തരം ശരിയാ. അവരെല്ലാം പറഞ്ഞോ? 9. അവൻ പറഞ്ഞു ഉത്തരം ശരിയാ. അവരെല്ലാം പറഞ്ഞ അവരുടെ സ്വന്തം വയസ്സാ. നിങ്ങളൊരു വണ്ടി ഓടിക്കുന്നെന്ന് വിചാരിക്കുക ഞാൻ ആദ്യം പറഞ്ഞിട്ടില്ലേ? അപ്പോൾ ആരാ ഡ്രൈവർ? നിങ്ങളാണ്. ഇവിടെ 6 ആൾ ഒഴിച്ച് മറ്റുള്ളവർക്ക് ഉത്തരം കിട്ടിയില്ല. എന്തുകൊണ്ടാണ് ഉത്തരം കിട്ടാത്തതെന്നറിയോ? 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഈ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ ഞാനാന്ന് ഓർമ്മയില്ല. നമ്മുടെ ഒരു പ്രശ്നം ഇതാണ്. മനുഷ്യന് പ്രബുദ്ധത തന്നത് ആരെങ്കിലും ഓടിക്കുന്ന വണ്ടിയിൽ യാത്ര ചെയ്യാനല്ല. എൻ്റെ ജീവിതമാകുന്ന വണ്ടി ഇടത്തോട്ട് പോണോ വലത്തോട്ട് പോണോ റിവേഴ്സ് ഗിയറിൽ പോണോ എന്ന് തീരുമാനിക്കാനുള്ള ഇച്ഛാശക്തി കേരളത്തിലെ മനുഷ്യർക്കുണ്ടാക്കി കൊടുത്തതാണ് ശ്രീനാരായണ ഗുരു. എൻ്റെ ജീവിതം ആകുന്ന വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ ഞാനാവാനാണ് വിദ്യ നേടി പ്രബുദ്ധനാവാൻ പറഞ്ഞത്. മനസ്സിലായോ? സ്വതന്ത്രനാവണം വിദ്യയിലൂടെ. അല്ലാതെ ആരെങ്കിലും ഓടിക്കുന്ന വണ്ടിയിൽ ഓടിക്കയറല നമ്മളെ പണി. നോ, എൻ്റെ ജീവിതം ഞാനാണ് തീരുമാനിക്കുന്നത്. ഇത് ഓർമ്മയില്ലായിട്ട് 6 ആൾ ഒഴിച്ച് മറ്റുള്ളവർക്ക് ഉത്തരം കിട്ടാഞ്ഞത്. രണ്ടാമത്തെ കാരണം എന്താണെന്നറിയോ? നമ്മുടെ ശീലം ചോദ്യം വായിക്കുക, ഉത്തരം പഠിക്കുക എന്നാണല്ലേ. ചോദ്യം വായിക്കും, ഉത്തരം പഠിക്കും. തെറ്റാണത്. പഠിക്കേണ്ടത് ചോദ്യമാണ്. ചോദ്യത്തിലുണ്ടായിരുന്നു നിങ്ങളൊരു വണ്ടി ഓടിക്കുന്നതെന്ന് വിചാരിക്കുക എന്ന് ഇല്ലേ? അത് ഓർക്കാഞ്ഞിട്ട് പറ്റിയതല്ലേ. ചോദ്യം പഠിക്കുന്ന കുട്ടികൾ ഉണ്ടാവണം. ചോദ്യമാണ്. അടുത്തൊരു ചോദ്യം ചോദിക്കട്ടെ. ഉള്ളവരില്ലാത്തവരോടാണോ ചോദിക്കേണ്ടത്? ഉള്ളവർ ഇല്ലാത്തവരോട് ചോദിക്കണമോ? ഇല്ലാത്തവർ ഉള്ളവരോടാണോ ചോദിക്കേണ്ടത്? ഉള്ളവർ ഇല്ലാത്തവരോടാണോ ചോദിക്കേണ്ടത്? ഇല്ലാത്തവർ ഉള്ളവരോടാണോ ചോദിക്കേണ്ടത്? ഇല്ലാത്തവർ ഉള്ളവരോടല്ലേ? സമ്മതിച്ചില്ലേ? അറിവുള്ളത് മാഷക്കോ കുട്ടിക്കോ? കുട്ടിക്ക് അറിവുള്ളത് മാഷക്ക്, ഇല്ലാത്തതോ കുട്ടിക്ക്. അപ്പൊ ഇല്ലാത്തവരുള്ളവരോടല്ലേ ചോദിക്കണ്ടേ? അപ്പൊ ചോദ്യം ചോദിക്കേണ്ട ആരാ? ഇല്ലാത്തവരുള്ളവർ കുട്ടി. ഉത്തരം പറയേണ്ട ആരാ? മാഷ്. പക്ഷെ ഇപ്പം ആരാ ചോദ്യം ചോദിക്കുന്നത്? മാഷ്. ഉത്തരം പറയേണ്ട ആരാ? കുട്ടികൾ. ഉത്തരം അറിയാൻ പിന്നെ കുട്ടി സ്കൂളിൽ പോവോ? ഉത്തരം അറിയാത്ത കൊണ്ടല്ലേ സ്കൂളിൽ പോകുന്നത്. പിന്നെ ഏത് ഉത്തരം മാഷ് ചോദിക്കുന്നത്? മാഷ് കൊടുത്തേൽപ്പിച്ചു. അധ്യാപകർ കുറെ ഉത്തരം കുട്ടികൾക്ക് കൊടുക്കും, കുട്ടികൾ വാങ്ങും. എന്തിനാവോ? ഏതിനാവോ? മാഷ് തന്നാ വാങ്ങണ്ടേ? എന്തിനാ വാങ്ങുന്നേ? ഒരു കാലം മാഷ് ചോദിക്കും. എപ്പോ? പരീക്ഷയ്ക്ക്. അപ്പോൾ മാഷൊക്കെ തിരിച്ചു കൊടുക്കണം, മാർക്ക് കിട്ടണം. മാഷ് തിരിച്ചു ചോദിച്ചാൽ കൊടുത്തു. ഞാൻ തിരിച്ചു ചോദിച്ചപ്പോൾ ആരിഷ് ഫോൺ എനിക്ക് തിരിച്ചു തന്നില്ലേ? ഇപ്പം ആരിഷിൻ്റെ കയ്യിൽ ഫോണുണ്ടോ? പരീക്ഷ കഴിഞ്ഞാൽ കുട്ടികളുടെ കയ്യിൽ ഉത്തരവുണ്ടോ? 8 കഴിഞ്ഞ് 9 8 പോയി, 9 കഴിഞ്ഞ് 10 9 പോയി, 10 കഴിഞ്ഞ് +1 ചേരുമ്പോൾ 10 പോയി. എന്തിനാ പഠിക്കുന്നത്? ഇത് പറ്റില്ല. വിദ്യ നേടി പോരാ, പ്രബുദ്ധനാവണം. കേട്ടോ? ഓക്കെ, താങ്ക് യു. പ്രബുദ്ധനാവണം. ആ വിദ്യയെ പ്രകർഷേണ ബോധമാക്കി മാറ്റണം. അതുകൊണ്ട് ഉദ്ദാലകാരുണി പഠിപ്പിച്ച ശ്വേതകേതു പ്രവാഹട കൈവല്യൻ്റെ അടുത്തുനിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കി തിരിച്ചെത്തിയിട്ട് അച്ഛനോട് ചോദ്യം ചോദിച്ചു. ആ ചോദ്യം ഇതായിരുന്നു: പിതാവേ, ഞാൻ ആരാണ്? ഞാൻ എവിടുന്നാ വന്നേ? ഞാൻ എങ്ങോട്ടാ പോകുന്നേ? ഈ ചോദ്യത്തെക്കുറിച്ച് വയലാർ ഒരു നാടകഗാനം എഴുതിയിട്ടുണ്ട്. അറിയുമോ? കേട്ടിട്ടുണ്ടോ? എവിടെ നിന്നോ വന്നു ഞാൻ, എവിടേക്കോ പോണു ഞാൻ, വിളക്കുമരമേ വെളിച്ചമുണ്ടോ? ഗുരുവിൻ്റെ മുന്നിൽ നിന്ന് വെളിച്ചം ശേഖരിക്കണം. അതാ വിളക്കുമരമാണ് ഗുരു. കുഷ്ഠരോഗി പാട്ടുപാടുന്നതാണ് അശ്വമേധം നാടകത്തിൽ.
ഈ നാടകം കണ്ടവരെല്ലാം കരുതിയത് KPSCൻ്റെ നാടകത്തിൽ വിളക്കുമരമേ വെളിച്ചമുണ്ടോയെന്ന് കുഷ്ഠരോഗി പാടുന്ന കേട്ടിട്ട് പലരും വിചാരിച്ചത് സ്ട്രീറ്റ് ലൈറ്റ് കത്താത്ത കൊണ്ട് പാടുന്നതെന്നാ. അല്ല, ഗുരുനാഥന്മാരാകുന്ന വിളക്കുമരങ്ങളിൽ നിന്ന് വെളിച്ചം ശേഖരിക്കുമ്പോഴാണ് മനുഷ്യനാവുന്നത്. എന്നാൽ ഉദ്ദാലകാരുണി അതിന് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ആ പറഞ്ഞ മറുപടി, പല പർവ്വതങ്ങളിൽ പെയ്ത മഴത്തുള്ളി ഒഴുകി കടലിലെത്തിയാൽ ആ കടലിലെ ഒരു തുള്ളി വെള്ളത്തിന് പറയാൻ കഴിയുമോ താൻ ഏതു പർവ്വതത്തിൽ പെയ്ത മഴത്തുള്ളിയാണെന്ന്? ഹേ ശ്വേതകേതോ തത്വമസി. തത് അത്, ത്വം നീ, അസി ആകുന്നു, തത്വമസി അത് നീയാകുന്നു. പല പൂവുകളിൽ നിന്ന് തേന് ശേഖരിച്ച തേനീച്ച അത് തേൻവലിയിൽ കൊണ്ടുപോയി വെച്ചാൽ ആ തേൻവലിയിൽ ഇരിക്കുന്ന ഒരു തുള്ളി തേനിന് പറയാൻ കഴിയുമോ താൻ ഏത് പൂവിൽ നിന്ന് വന്ന തേനാണെന്ന്? ഹേ ശ്വേതകേതോ തത്വമസി ആ തേൻതുള്ളി നീയാകുന്നു. പല വയലുകളിൽ നിന്ന് കളിമണ്ണ് ശേഖരിച്ച കുലാലൻ, കുമ്പാരൻ, കൊശവൻ അതുകൊണ്ടൊരു മൺകലമുണ്ടാക്കിയാൽ ആ മൺകലത്തിൻ്റെ വക്കത്തിരിക്കുന്ന ഒരു തരി മണ്ണിന് പറയാൻ കഴിയുമോ താൻ ഏത് വയലിൽ നിന്ന് വന്ന മൺതരിയാണെന്ന്? ഹേ ശ്വേതകേതോ തത്വമസി. ഇതാണ് ഛാന്ദാഗ്യോപനിഷത്ത്. മനസ്സിലായോ? അത് നീയാണ്. നമ്മൾ ഈ മഴത്തുള്ളിയാണ്, ഈ തേൻതുള്ളിയാണ്, ഈ മൺതരിയാണ്. മനസ്സിലായോ? ആ മൺതരികൾ പലയിടങ്ങളിൽ തട്ടി തടഞ്ഞ് നമ്മൾ പലതായി മാറി. അപ്പോൾ നമ്മളെല്ലാം പരസ്പര ബന്ധിതമല്ലേ? നമ്മൾ പരസ്പര ബന്ധിതമല്ലേ? ഞാനിപ്പം നിങ്ങളോട് പ്രസംഗിക്കുന്ന എൻ്റെ ശബ്ദം ജാതിയോ മതമോ ദേശമോ വർണ്ണമോ നോക്കാതെ ആരെല്ലാം അധ്വാനിച്ചതിൻ്റെ ഫലമാണ്. ഞാനിപ്പം നിങ്ങളോട് പ്രസംഗിക്കുന്നത് ഞാൻ ഒറ്റക്കുണ്ടാക്കിയ ദർശനമാണോ? എത്രയെത്ര മാഷന്മാർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഹിന്ദുക്കളുണ്ട്. കുഞ്ഞിരാം മാഷ്, നമ്പൂതിരി മാഷ് മുതൽ, മൂസ മാഷ്, പോക്കർ മാഷ്, അബ്രഹാം മാഷ് മുതൽ, തോമസ് മാത്യു മുതൽ, എത്രയെത്ര TP സുമാരൻ മാഷ് മുതൽ, എത്ര ജാതി മതങ്ങളില്ലാതെ അവർ പഠിപ്പിച്ച, ജാതി മതങ്ങളില്ലാതെ പുനത്തിൽ കുഞ്ഞത്തുപിള്ള എഴുതിയ നോവലും സോമൻ കടലൂർ എഴുതിയ കവിതയും പവിത്രൻ തീക്കുനിയും കുമാരനാശാനും വള്ളത്തോൾ നാരായണമേനോനും വൈക്കം മുഹമ്മദ് ബഷീറും എഴുതിയ കൃതികളും വായിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത്. എൻ്റെ ഭാഷ കാലത്തിലൂടെ വന്നതാ. കാലത്തെ വരയ്ക്കുന്നതിന് നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ കുത്തനെയും ബലങ്ങനെയുള്ള വരയില്ലേ? കാലത്തിന് കുത്തനെയുള്ള വരയിലാണ് രേഖപ്പെടുത്തുക. Y ആക്സിസ് എന്നാ പറയുക. ഞാനത് നിങ്ങളോട് പറയുന്ന എൻ്റെ തൊണ്ടയിൽ ഒച്ചയുണ്ടല്ലോ, ആ ഒച്ച ദേശത്തുനിന്ന് കിട്ടിയതാണ്. ഏത് ദേശത്തുനിന്ന് കിട്ടിയതാ? ആന്ധ്രാപ്രദേശത്ത് നിന്ന് കിട്ടിയതാ ഈ ശബ്ദോർജം കേട്ടോ. ആന്ധ്രാപ്രദേശത്ത് കിട്ടിയതാ എനിക്ക് ഈ ഒച്ച. കഴിഞ്ഞ കൊല്ലം ആന്ധ്രയിൽ ഉദിച്ച സൂര്യൻ്റെ പ്രകാശമാണ് ഈ ശബ്ദം. കഴിഞ്ഞ കൊല്ലം ആന്ധ്രയിൽ സൂര്യൻ ഉദിച്ചപ്പോൾ അവിടുത്തെ തൊഴിലാളികൾ വയലിൽ നട്ട നെൽച്ചെടിയുടെ നെല്ലോലകൾ ആ സൂര്യപ്രകാശത്തെ ഏറ്റുവാങ്ങി പ്രകാശ സംശ്ലേഷണം നടത്തി, ഫോട്ടോസിന്തസിസ് നടത്തി, കാർബോഹൈഡ്രേറ്റ് അന്നജമുണ്ടാക്കി, നെല്ലിൻ്റെ കതിരിനുള്ളിൽ പാല് രൂപത്തിലാണ് അരിമണികൾ കൊണ്ടുപോയി നിക്ഷേപിച്ച് ആ അരിമണികൾ കാറ്റത്ത് പുന്നാരം പറഞ്ഞ് വിളയുന്നത് കണ്ടിട്ട് വരിനെല്ലിൻ ചുണ്ടിയിലെ കിരുകീരെ പുന്നാരം പകരുവാനോടിവാ കാറ്റേവാ വെള്ളാരം കുന്നിലെ പൊന്മൂളം കാട്ടിലെ പുല്ലാങ്കുഴലൂതും കാറ്റേവാ എന്ന് പാട്ടും പാടി വിളഞ്ഞപ്പോൾ ആ കതിരുകൾ അവിടുത്തെ കർഷകർ കൊയ്തെടുത്ത് മെതിച്ച് നെല്ലാക്കി മില്ല് കൊണ്ടേ കുത്തി അരിയാക്കി ചാക്കിൽ കെട്ടി ഗുഡ്സ് ട്രെയിനിൽ കയറ്റി ഹൈദരാബാദിൽ നിന്ന് കയറ്റിയ സെക്കന്ദരാബാദ്, വിജയവാഡ, സേലം, ഈറോഡ്, കോയമ്പത്തൂർ, പാലക്കാട്, ഒറ്റപ്പാലം, ഷൊർണൂർ, പട്ടാമ്പി, കുറ്റിപ്പുറം, തിരൂർ, താനൂര്, പരപ്പനങ്ങാടി, ഫറോക്ക്, കോഴിക്കോട്, കൊയിലാണ്ടി, വടകര, മാഹിപ്പാലം കഴിഞ്ഞ് തലശ്ശേരിക്കപ്പുറത്ത്, കണ്ണൂരിനിപ്പുറത്ത് മുഴപ്പിലങ്ങാട് FCI ഗോഡൌണിൽ കൊണ്ടുവന്ന് അവിടുന്ന് മാനന്തവാടി, കൊട്ടിയൂർ റൂട്ടിൽ കൂത്തുപറമ്പിൻ്റെ അപ്പുറത്ത് ചിറ്റാരിപ്പറമ്പെന്ന് പറഞ്ഞ സ്ഥലത്ത് കാഞ്ഞാമ്പാസു എന്ന് പറയുന്ന റേഷൻ കടയിൽ, അവിടുത്തെ SNDP യൂണിയൻ്റെ സെക്രട്ടറിയാണ് കാഞ്ഞാമ്പാസു, അയാളുടെ റേഷൻ കടയിൽ കൊണ്ടുവന്ന അരി എൻ്റെ വീട്ടിൽ വാങ്ങിക്കൊണ്ടുവന്നിട്ട് അരച്ചിട്ട് ചുട്ട 4 ദോശ ഞാൻ തിന്നതിൻ്റെ ഊർജ്ജമാണ് എൻ്റെ തൊണ്ടയെന്ന് കേൾക്കുന്ന ഒച്ച. മനസ്സിലായോ? തത്വമസി. പിടികിട്ടിയോ? ഇതെല്ലാം ചേർന്നതാ നമ്മളങ്ങനെ ഈ പ്രപഞ്ചത്തിൽ നിന്ന് വേറിട്ടൊരാളല്ല, നമ്മളെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഞാൻ ബ്രഹ്മത്തിൽപ്പെട്ടതാ. എൻ്റെ ഉള്ളിലിരിക്കുന്നത്
ബ്രഹ്മം തന്നെ, അത് തന്നെയാണ് നീയും. അഹം ബ്രഹ്മാസ്മി തത്വമസി, ഞാൻ ബ്രഹ്മമാണ്, അത് തന്നെയാണ് നീയും. അപ്പൊ ഞാനും നീയും തമ്മിൽ രണ്ടുണ്ടോ? രണ്ടിന് ഇംഗ്ലീഷിൽ ഡുവൽ എന്നാ പറയാ. ഡുവറ്റ് പാട്ട് എന്ന് കേട്ടിട്ടില്ലേ? യുഗ്മഗാനം ഡുവറ്റ് പാട്ടാ. ഡുവൽ എന്നതിന് സംസ്കൃതത്തിൽ ദ്വന്ദ്വം എന്ന് പറയും. ദ്വന്ദ്വം, ദ്വിത്വം എന്നൊക്കെ പറയും. ദ്വിത്വം, ദ്വന്ദ്വം, ദ്വിത്വം. ആ ദ്വിത്വം ഇല്ല എന്നതിന് അദ്വിത്വം, അതാ അദ്വൈതം. പിടികിട്ടിയ? അദ്വൈതം രണ്ടില്ല, ഒന്നേ ഉള്ളൂ. അപ്പോ അവൻ ഇവൻ എന്ന വേർതിരിവില്ലാതെ ആദിമഹസ്വരൂപമായി ഒന്നേ ഉള്ളൂ എന്ന് ലോകത്തോട് ധൈര്യത്തിൽ വിളിച്ചു പറയാൻ ഉപനിഷത്തിന്റെ ദർശനം നമുക്ക് പറഞ്ഞു തന്ന ആളാണ് ശ്രീനാരായണ ഗുരു. അവനെന്നും ഇവനെന്നും പറഞ്ഞിട്ട് രണ്ടില്ല, എല്ലാം ഒന്നു തന്നെയുള്ളൂ. ദ്വൈതമില്ല, അദ്വൈതമാണ്. അപ്പൊ പിന്നെ ജാതിഭേദം വേണോ? മതദ്വേഷം വേണോ? സോദരത്വം വേണ്ടേ? മാതൃകാസ്ഥാനമാവണ്ടേ? എന്നാൽ ഇവിടെ ശ്രീനാരായണ ഗുരു വരുന്നതിൻ്റെ പേരിൽ തൊട്ടുകൂടാത്തവരായിരുന്നു, തീണ്ടാൻ പാടില്ല, ദൃഷ്ടിയിൽപ്പെട്ടാൽ ദോഷമുള്ളവരായിരുന്നു. ഞങ്ങളുടെ നാട്ടിലൊരു തെയ്യമുണ്ട്, പൊട്ടൻ തെയ്യം എന്ന പേര്. വെറും പൊട്ടനല്ല, ആദ്യസമർത്ഥനായതുകൊണ്ടാണ് പൊട്ടൻ എന്ന് പറഞ്ഞത്. പൊട്ടൻ തെയ്യം. ഈ പൊട്ടൻ തെയ്യത്തിനൊരു തോറ്റമുണ്ട്. തോറ്റം എന്താണെന്നറിയോ? ആരെ ഈ പൊട്ടൻ തെയ്യം എന്നറിയാമോ? സർവജ്ഞ പീഠം കയറാൻ വേണ്ടി എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ഉന്നത പീഠത്തിലേക്ക്, ശാരദാ പീഠത്തിൻ്റെ വൈസ് ചാൻസലറായിട്ട് അവരോധിതയാകാൻ വേണ്ടിയിട്ട് ശ്രീനാരായണ ഗുരു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുന്ന സന്യാസിമാർ ഓഹോ 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 എന്നതിനാ ശബ്ദം ഉണ്ടാക്കുന്ന. ബ്രാഹ്മണം വരുമ്പോൾ താണജാതിക്ക ദൂരപ്പോ 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 എന്നാ. തീണ്ടാൻ പാടില്ല, അയിത്തമാണ്, ദൂരപ്പോ. അപ്പൊ ഇങ്ങനെ പോകുമ്പോൾ ഒരു കാട്ടാളൻ വഴിക്ക് നിന്നു. കാട്ടാളൻ വഴിക്ക് നിന്നു. അപ്പോ ശിഷ്യന്മാർ ഓടിപ്പോയിട്ട് ദൂരപ്പോ ദൂരപ്പോ ഓടിച്ചു. അപ്പൊ കാട്ടാളൻ ചോദിച്ചു, ദൈവത്താറേ, എനിക്ക് ചില സംശയങ്ങളുണ്ട്, അത് ചോദിച്ചിട്ട് ഞാൻ പോയിക്കോളാം. എന്താ? അതാണ് പൊട്ടൻ തെയ്യത്തിൻ്റെ തോറ്റം. ഏങ്കള കുപ്പേല് നട്ട വാഴപ്പഴമല്ലോ നിങ്ങളുടെ ദേവന് പൂജ. ഏങ്കളെ കൊത്തിയാലും നീങ്കളെ കൊത്തിയാലും ഒന്നല്ലേ ചോര. ഞങ്ങളുടെ കുപ്പയിൽ, താണജാതിക്കാരുടെ കുപ്പയിൽ നട്ട് പൊലച്ച വാഴപ്പഴമല്ലേ നിങ്ങളെ ക്ഷേത്രത്തിനകത്ത് പൂജക്ക് വെക്കുന്നത്? നിങ്ങളെ കൊത്തിയാലും ചോരക്ക് ചോപ്പ്, ഞങ്ങളെ കൊത്തിയാലും ചോരക്ക് ചോപ്പല്ലേ ചോറേ? അല്ലേ? അല്ലേ? നിങ്ങളറിയുമോ, ഗുരുവായൂർ അമ്പലനടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട അർച്ചന എന്താണെന്നറിയോ? താമരപ്പൂ അർച്ചന. കാരണം പങ്കജനാഭനല്ലേ, പത്മനാഭനല്ലേ ശ്രീകൃഷ്ണൻ. പത്മം താമര, നാഭിയിൽ പത്മം വളർന്നവൻ. അതിലാണല്ലോ ബ്രഹ്മാവുണ്ടായത്. ആദിമ ചൈതന്യ നാഭിയിൽ വീരിയും ആയിരമിതളുള്ള താമരയിൽ രചനാചതുരൻ ചതുർമുഖനുണർന്നു സർഗം തുടർന്നു. പാട്ട് കേട്ടില്ലേ? സംഗീതമേ അമര സല്ലാപമേ എന്ന പാട്ടിൽ വരികയാണ്. ഈ പത്മമാണ് ഏറ്റവും പ്രധാനപ്പെട്ട അർച്ചന. ആ അർച്ചന നടത്തുന്ന ഗുരുവായൂരപ്പൻ അർച്ചന നടത്തുന്ന താമരപ്പൂവ് എവിടുന്ന? കുറ്റിപ്പുറത്തിൻ്റെയും തിരുനാവായിയുടെയും ഇടയിൽ നിങ്ങൾ ട്രെയിനിൽ വടക്കോട്ട് യാത്ര ചെയ്യുമ്പോൾ കുറ്റിപ്പുറത്തിനും തിരുനാവായിക്കും ഇടയിൽ ഒരുപാട് താമരപ്പാടങ്ങൾ കാണാം. ആ താമരപ്പാടങ്ങളിൽ പ്രഭാതത്തിൽ വട്ടത്തോണിയിൽ പോയിട്ട് ആ താമരപ്പൂക്കൾ പറിച്ചെടുത്തു കൊണ്ടുവന്നിട്ട് ഗുരുവായൂർ അപ്പന് മാല കോർക്കാൻ കൊണ്ടുപോകുന്നതാരാ? സലീം എന്ന് പറയുന്ന മുസ്ലിമും അദ്ദേഹത്തിൻ്റെ ഭാര്യ ആയിഷയുമാണ്. പത്രത്തിൽ ഒരു ദിവസം വന്നിരുന്നു. സലീമും ആയിഷയുമാണ് ഈ പൂക്കൾ പറിച്ചു കൊണ്ടുവരുന്നത്. ആ പൂക്കൾ കൊണ്ടുപോയിട്ട് ഗുരുവായൂരപ്പന് അർച്ചന നടത്തുമ്പോൾ ഗുരുവായൂരപ്പൻ ഇതുവരെ പറഞ്ഞോ, മാപ്പള പറിച്ച പൂവനക്ക് വേണ്ടാന്ന്? അവിടെ നടയിൽ സ്വർണ്ണപ്രശ്നം, സാമ്പൂല പ്രശ്നം, അഷ്ടമംഗല്യ പ്രശ്നം വെക്കാറില്ലേ? ആ പ്രശ്നം വെക്കുമ്പം പറഞ്ഞില്ലല്ലോ. പറഞ്ഞോ? ഗുരുവായൂരമ്പല നടയിൽ ഒരു ദിവസം ഞാൻ പോകും, ഗോപുരവാതിൽ തുറക്കും ഞാൻ ഗോപകുമാരനെ കാണും എന്ന പാട്ട്. ആ പാട്ട് ആരാ എഴുതിയത്? ആ പാട്ട് അമ്പലത്തിൽ പോവാത്ത വയലാറ്, അമ്പലത്തിൽ പോവാത്ത വയലാറാ എഴുതിയത്.
ആ പാട്ട് പാടിയത് ക്രിസ്ത്യാനിയായ യേശുദാസ്. ആ പാട്ട് സിനിമ ആരെടുത്തത്? ക്രിസ്ത്യാനിയായ ബോബൻ കുഞ്ചാക്കോ, കുഞ്ചാക്കോ ബോബൻ്റെ അച്ഛൻ ബോബൻ കുഞ്ചാക്കോ. ആ പാട്ട് ചിട്ടപ്പെടുത്തിയ ആരാ? താണജാതിക്കാരനായ ദേവരാജ മാഷ്. ദേവരാജ മാഷ് അതിൽ ചിട്ടപ്പെടുത്തിയ താണജാതിക്കാരനാണ് ഈ പാട്ട്. പക്ഷെ ഇതുവരെ യേശുദാസിനെ ഗുരുവായൂരമ്പലത്തിൽ കയറ്റിയിട്ടില്ല. പക്ഷെ നിങ്ങളറിയുമോ, നിങ്ങൾ രാവിലെ ഒരു 3:45 4 മണിക്ക് ഗുരുവായൂരെത്തി നോക്കൂ. ഈ ഗുരുവായൂരപ്പനെ ഉണർത്തുന്നത് ആരാ? മേൽപ്പത്തൂരിൻ്റെ നാരായണീയം പാടുന്ന ആരാ? സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം നിർമുക്തം നിത്യമുക്തം കാലദേശാവദിഭ്യാം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥമാനം എന്ന് പാട്ടുപാടി ഗുരുവായൂരപ്പനെ ഉണർത്തുന്നത് മലയാള സിനിമാ ലോകത്ത് ആദ്യത്തെ പാട്ട്. യേശുദാസ് പാടിയ പാട്ട് ഏതാണെന്നറിയാമോ? ആർക്കും അറിയാമോ? യേശുദാസ് ആദ്യം പാടിയ മലയാള സിനിമാ ഗാനം അറിയാമോ? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ഇതാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ വരികളാണ് യേശുദാസ് ആദ്യം മലയാള സിനിമയിൽ പാടിയ പാട്ട്. ആ യേശുദാസാണ് നാരായണീയം പാടി ഗുരുവായൂരപ്പനെ ഉണർത്തുന്നത്. ഗുരുവായൂരപ്പൻ ഉണർന്നാൽ പിന്നെ അടുത്ത് തന്നെ ഗുരുവായൂരിൽ നിന്ന് മധുരയ്ക്ക് പോകുന്നൊരു ട്രെയിനുണ്ട്, അതിൽ കയറും. ആര്? യേശുദാസിൻ്റെ ശബ്ദം. എന്നിട്ട് ചെങ്ങന്നൂർ ഇറങ്ങും. ചെങ്ങന്നൂർ ഇറങ്ങിയിട്ട് അടുത്ത KSRTC ബസ് പിടിച്ചിട്ട് പമ്പയിൽ പോകും. പമ്പയിൽ നിന്ന് രാത്രി 11 മണിയാകുമ്പോഴേക്ക് ശബരിമലേൻ്റെ മോന്തായത്തിലെത്തണം ഇതേ ശബ്ദത്തിന്. എന്തിന്? ഗുരുവായൂരപ്പനെ ഉണർത്തി അതേ ശബ്ദം തന്നെ വേണം അയ്യപ്പനെ ഉറക്കാൻ. ഹരിവരാസനം വിശ്വമോഹനം ഹരിദധീശ്വരം ആരാധ്യപാദുകം ഹരിവിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാത്മജം ദേവമാശ്രയേ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. എപ്പോഴും ശബരിമലയിൽ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തിട്ടുള്ള ഗായകൻ യേശുദാസ. കാരണം എന്താ? അവിടെ ശബരിപീഠത്തിലെത്തി ശരണം വിളിക്കും ഞങ്ങൾക്കൊരു ജാതി ഒരു മതമൊരു ദൈവം. അയ്യപ്പ സ്വാമി അയ്യപ്പ, അയ്യപ്പ സ്വാമി അയ്യപ്പ. ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനവും അയ്യപ്പൻ്റെ പാട്ടും കണക്ട് ചെയ്ത പാട്ടാത് അല്ലേ? സ്വാമി ശരണം ശരണമെൻ്റെ അയ്യപ്പ എന്ന്. വേറൊരു മതത്തിൽപ്പെട്ട ദൈവവും നീ തന്നെ എന്ന് പാട്ടുപാടുന്നുണ്ട് ആ സിനിമയിൽ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ഹിന്ദുമതം അല്ലാത്തൊരു മതത്തിൻ്റെ ദൈവവും അയ്യപ്പ നീ തന്നെ എന്ന് പാടുന്നൊരു പാട്ട് കേട്ടിട്ടുണ്ടോ? തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും സ്വാമി, തിരുവിളക്കിൻ കതിരൊളിയിൽ കുടിയിരിക്കും സ്വാമി, വാടി വീഴും പൂവുകളിൽ തുയിലുണർത്തും സ്വാമി, വെള്ളിമണി ശ്രീകോവിലിൽ വാണരുളും സ്വാമി, അയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി എന്ന പാട്ടിൽ വിഷ്ണുവും നീ, ശിവനും നീ, ശ്രീ മുരുകനും നീ, പരാശക്തിയും നീ, ബുദ്ധനും നീ, അയ്യപ്പ സ്വാമി. ബുദ്ധനും നീ തന്നെ അയ്യപ്പ സ്വാമി. കാരണം ബുദ്ധനാണ് ശരണം വിളി, ബുദ്ധം ശരണം വിളി. അതുപോലെ അയ്യപ്പൻ ശരണം വിളി. സംഘബോധത്തോടെ ഒരേ യൂണിഫോം ധരിച്ച് പ്രാർത്ഥിക്കുന്നത് ബുദ്ധമതത്തിലാണ്. അതുപോലെ ശബരിമലയിലും സംഘബോധത്തോടെ പോകുന്നവരാണ്. സംഘം ശരണം ഗച്ഛാമി അല്ലേ? അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ ജാതിമേത മതദ്വേഷമില്ല എന്നതിനൊരു കണക്കിലൂടെ നമുക്ക് നോക്കാം. ഈ ജാതിയുടെ ഗുരുദേവൻ ജാതി വ്യത്യാസം ഇല്ല എന്ന് പറഞ്ഞത് നമുക്ക് കണക്കിലൂടെ തെളിയിക്കാൻ പറ്റും. ഞാൻ തെളിയിച്ചേർത്തെ. നമ്മുടെ മലയാളത്തിലെ കണക്ക് 10 അക്കല്ലേ? നമുക്ക് 1 മുതൽ 10 വരെ അല്ലേ? 10ാമത്തേന് 0 ഇടുമ്പം ഫുൾ സ്റ്റോപ്പ്. ആടുന്ന് കഴിഞ്ഞിട്ട് 10നോട് 1 കൂട്ടി 11. പിന്നെ അടുത്ത 0 ഇടുന്നത് 2 10 20 10. അടുത്ത 0 ഇടുന്നത് 30
10 ഇനി 10നോട് ഒരു 0 കൂടി ഇട്ടാൽ ഗുണിക്കണം 10 ആടെയും 10. അതുകൊണ്ട് ആ പൈസ കൂട്ടി വെച്ചതിന് നമ്മൾ മലയാള ഭാഷയിൽ സമ്പത്ത് എന്നാണ് പറയുക. സമ്പത്ത്